हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय രാധാ പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിന്റെ പ്രഭാത മഞ്ജരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവരും എത്തിയോ? രാധേ രാധേ. എല്ലാവരും രാധയുടെ മൂഡിൽ തന്നെയാണോ? ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ. എല്ലാവരും എന്താ പറഞ്ഞ, ഞാൻ ശ്രീമതി രാധാറാണിയുടെ മൂഡിൽ തന്നെ ഇരിക്കുകയാണോ? ദേവിയുടെ കഥകളൊക്കെ കേട്ട് ദേവിയുടെ മൂഡിൽ തന്നെ ഇരിക്കുകയാണ്. എന്താണ് എല്ലാവർക്കും ഒരു മൗനം, ഒരു ഉണർവില്ലായ്മ? ഇത് പറ്റി? ഇന്ന് നോമ്പെടുത്തിരിക്കുന്നു. ഇനിയുള്ള 30 നാള് റംസാൻ വ്രതത്തിലാണ്. ഇന്ന് നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഹാരം അണിഞ്ഞിരിക്കുന്നത് ശ്രുതി മകം, ഹാരവും നിവേദ്യവും. FB മെസ്സേജ് വരുമല്ലോ, നോട്ടിഫിക്കേഷൻ വരുമല്ലോ FB. ഇപ്പൊ ചെന്നൈയില് പിന്നെ മറ്റെന്തെങ്കിലും? ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കുക. മെസ്സേജുകൾ ഇന്നലെ ഞാൻ കുറച്ച് മെസ്സേജുകൾ നോക്കി. കുറച്ച് നാളായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മെസ്സേജുകളെല്ലാം പെൻഡിങ്സ് ആണ്. കുറച്ച് മെസ്സേജുകൾ നോക്കാനേ പറ്റൂ. ഇനിയുള്ള 30 ദിവസം വ്രതവും കൂടി ആയതുകൊണ്ട് കുറച്ച് ടയേർഡായിരിക്കും. അതൊന്നും സാരമില്ല, ഒക്കെ ശരിയാവും. അപ്പം അങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പേ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പച്ചക്കറി നൽകിയത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മറന്നാലും ഞാൻ മറക്കില്ല. അപ്പോൾ അതിൽ ആ ലിസ്റ്റിലേക്ക് ആരൊക്കെ പേയ്മെൻറ്റ് തന്നു എന്നുള്ള പേര് വായിക്കാനുണ്ട്. അത് മെസ്സേജുകൾ മുഴുവൻ നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അനൗൺസ് ചെയ്യാം. 30,000 രൂപ വരേക്കും നമ്മൾ കൊടുത്തു ആ ക്ഷേത്രത്തിലേക്ക്. ഇനിയും പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്, അത് കൊടുക്കാം. പച്ചക്കറി എല്ലാം കൊടുത്തു, സപ്താഹമൊക്കെ കഴിഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം പച്ചക്കറി കടക്കാരൻ കൃത്യമായി 7 ദിവസം വേണ്ട പച്ചക്കറികളെല്ലാം രാവിലത്തെയും ഉച്ചക്കലത്തെയും ചേർത്ത് വളരെ മനോഹരമായി തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അവരുടെ പേയ്മെൻറ്റ് ഇനിയും സെറ്റിൽ ചെയ്യാനുണ്ട്. ടോട്ടൽ ബില്ല് ഞാൻ കളക്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. മെസ്സേജ് നോക്കിയിട്ടില്ല എന്ന് പറയരുത്. നോക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടണം മാതാജി. കാരണം എന്താ ഞാൻ പറയുക, ഇന്നലത്തെ ഒരു ദിവസം കഴിഞ്ഞു പോയത് രാവിലെ കുക്കിങ്ങും കാര്യങ്ങളും കുറച്ചൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഭഗവാന്റെ പൂജയൊക്കെ ചെയ്തു. ഇതിനിടയ്ക്കൊക്കെ മെസ്സേജുകൾ കോൾസ് നമുക്ക് അങ്ങനെ പറ്റൂലല്ലോ. നമുക്ക് ഒരു റിഫ്രഷ്മെൻറ്റ് വേണ്ടേ? റിഫ്രഷ്മെൻറ്റ് എന്നുള്ളതിലുപരി ഒന്ന് കൈ ഒഴിഞ്ഞ് കിട്ടണ്ടേ? അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് അന്നദാനമുണ്ട്. അതിൻ്റെ പച്ചക്കറികളെല്ലാം വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയി. ഇവിടുത്തെ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഇടിച്ചിട്ട് മൊബൈൽ കയ്യിൽ തട്ടിക്കൊണ്ടുപോകും. അങ്ങനത്തെ മാർക്കറ്റുകളാണ് ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ 3 ഫോണും വെച്ച് കയ്യിൽ 2 കയ്യിലും സാധനങ്ങളുമായിട്ട് നടക്കാമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഡബ്ബിങ് ഉണ്ടായിരുന്നു. പിന്നെ പുതിയൊരു വർക്കും കൂടെ ഏറ്റെടുത്തത് കാരണം അതിൻ്റെയും കൂടെ ഒരു വോയിസ് ടെസ്റ്റിന് പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നൈറ്റ് വീണ്ടും വർക്ക് ഉണ്ടായിരുന്നു. കാരണം 20 ദിവസം നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ കമ്മിറ്റ് ചെയ്ത കുറേ വർക്കുകളുണ്ട്. അതെല്ലാം ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഏപ്രിൽ മാസം പൊതുവേ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടുന്ന സമയമാണ്. എന്താ പറയുക, വിഷു, ഈദ് മുബാറക് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാക്ടീസ് കാര്യങ്ങൾ അതിനെത്തിയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ആ ടീമിൻ്റെ വക ബഹളം വേറെ, പിന്നെ വീട്ടിലെ ജോലി കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് കുറച്ച് സമയമേ കിട്ടൂ മെസ്സേജുകൾ നോക്കാൻ വേണ്ടിയിട്ട്. പറ്റുന്നിടത്തോളം നോക്കി വരുന്നു. എല്ലാം ഒറ്റയടിക്ക് നോക്കി തീർക്കാൻ എനിക്ക് കഴിയില്ല.
കുറച്ചായിട്ട് നോക്കാം. ഇന്നിപ്പം റംസാൻ വ്രതം ആരംഭിച്ചു. അപ്പം വെളുപ്പിനെ ഒരു 4 മണി സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. രാവിലെ ബാങ്ക് വിളി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കില്ല. ജലപാനം പോലും ഇല്ലാതെ സൂര്യാസ്തമയം വരേക്കും നമ്മളങ്ങനെ വ്രതനിഷ്ഠയിലായിരിക്കും. കഠിനമായ വ്രതനിഷ്ഠ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ്സുകൾ എടുക്കുന്നു, ഡബ്ബിങ്ങിന് പോകുന്നു. അപ്പോൾ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ വാഗൊണ്ട് പറയുന്ന 3 അക്ഷരമല്ല. കണ്ടിന്യൂസ് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തൊണ്ടയൊക്കെ വറ്റി വരണ്ട് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ പോലും നമ്മൾ വെള്ളം പോലും കുടിക്കാതെ നമ്മൾ നമ്മുടെ ജോലി ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കുന്നു. ക്ലാസ്സുകൾ മുടക്കുന്നില്ല. കുറേ ക്ലാസ്സുകൾ മുടങ്ങിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ചെന്നൈയിലെ വെയിലിനോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല മറ്റൊരു ക്ലൈമാറ്റ്. അത്രയും വെയിലാണ്. എന്നാലും നമ്മൾ അന്നദാനം മുടങ്ങില്ല. കാരണം കുറേ അന്നദാനങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കൊടുത്തു തീർക്കണം. അർഹതപ്പെട്ട പാവങ്ങളുടെ കൈകളിലേക്ക് മഞ്ജരീസ് ഭക്ഷണം എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഉച്ച മുതൽ അന്നദാനം സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ആരും മാതാജി എൻ്റെ മെസ്സേജ് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ അന്നദാനം കൊടുത്തിട്ടില്ല, എൻ്റെ ഹാരം അണിഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറയണ്ട. ലൈവ് ഇട്ട് ചെയ്യണം എന്നുള്ള ഒറ്റ നിർബന്ധം കൊണ്ടാണ് അതെല്ലാം പെൻഡിങ് ആവുന്നത്. എന്നാലും അതെല്ലാം ക്ലിയർ ചെയ്തു പോകും. നിങ്ങൾക്കറിയാം, ഒരാളുടെ പോലും വിട്ടു പോവില്ല. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് വേണ്ടത് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് തരിക. മാക്സിമം ഷെയർ ചെയ്ത് തരിക. കാരണം ഈ 2.5 മണിക്കൂർ നമ്മൾ ഇരുന്ന് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഒരേ ഇരിപ്പിലിരുന്ന് നമ്മൾ എടുക്കുകയാണ്. മാക്സിമം ക്ലാസ്സുകൾ ഷെയർ ചെയ്യാം. പിന്നെ വൃന്ദാവനം യാത്രയ്ക്ക് താല്പര്യമുള്ളവർ ഇനിയുള്ള ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ബുക്കിംഗ് തരണം. കഴിയുന്നതും എല്ലാവരും വാട്സപ്പ് ചെയ്ത് വെക്കൂ. ഞാൻ അടിയിൽ മുതലുള്ള മെസ്സേജുകളാണ് നോക്കി വരുന്നത്. ഇന്നിട്ട മെസ്സേജുകളൊക്കെ നോക്കണേ കുറച്ച് ദിവസം എടുക്കും. അടിയിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് നോക്കി വരണം. കാരണം ബാക്കോട്ട് പോകല്ലേ മെസ്സേജുകൾ. അതെനിക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാനും കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ കൊടുക്കേണ്ട ആൻസർ ഞാൻ തന്നെ കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് മെസ്സേജുകൾ നോക്കാൻ എനിക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ക്ലാസ്സിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ആവാം, പലതും റൂം എൻക്വയറി ആവാം, പലതും യാത്രകളെ കുറിച്ചുള്ള ഡൗട്ട്സ് ആവാം, ചിലത് അവരുടെ പേഴ്സണൽ വിഷമങ്ങളാവാം. കാരണം പല സ്ത്രീകളും എന്നോട് തന്നെ പറയണം എന്ന് വിചാരിക്കുന്ന പല സ്വകാര്യമായിരിക്കുന്ന വിഷമങ്ങളും പറയാറുണ്ട്. അപ്പം അതൊക്കെ ഞാൻ തന്നെ കേട്ട് മറുപടി കൊടുക്കണം. മറ്റൊരാളെ അത് ഏൽപ്പിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഗുരുവായൂർ മഞ്ജരീസ് ഇപ്പോൾ തൽക്കാലം ഓൺലൈനായിട്ടാണ് പോകുന്നത്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നമ്മുടെ നക്ഷത്ര ബിൽഡിങ്ങിൽ, നമ്മുടെ കറക്റ്റ് പറഞ്ഞാൽ മയൂര റെസിഡൻസിയുടെ അടുത്ത് നമ്മളൊരു ഷോപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് സാമ്പത്തിക പരിമിതി മൂലം ഞാനതിൻ്റെ വർക്ക് പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഈ ഒരു തിരക്ക് പിടിച്ച സിറ്റുവേഷനൊക്കെ ഒന്ന് കഴിയട്ടെ, നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റീരിയറൊക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വേണം. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ചിരി കാണാത്തതല്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. ജപവും കാര്യങ്ങളും. ഇപ്പോഴാണ് പൂജ കഴിഞ്ഞത്. പൂജയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം. പൂജ കഴിഞ്ഞാൽ എപ്പോഴും ഒരു സൈലൻസാണ്, ഒരു സൈലൻറ്റ് മോഡാണ്. അത് കുറച്ച് സമയമെടുത്ത് ഇങ്ങനെ പഴയ പോലെ ആയി വരാം. ഒന്നും കുഴപ്പമില്ല, എല്ലാം ശരിയാവും. ശ്രുതി മകം, ശ്രുതിയുടെ പേരിലാണ് ഹാരമണിഞ്ഞിരിക്കുന്നത്. പിന്നെ ദീപക്കിൻ്റെ പേരിലാണ് കിച്ചൂട്ടന് ഇന്ന് താമരപ്പൂ സമർപ്പിച്ചിരിക്കുന്നത്. ദീപക്കാണ്. അപ്പം ശ്രുതിയുടെ പേരിലുള്ള നിവേദ്യവും പാലും വെണ്ണയും ഫ്രൂട്ട്സും കൊടുത്തിട്ടുണ്ട്. ഹാരവും അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ദീപക്കിൻ്റെ പേരിലുള്ള താമര കിച്ചൂട്ടിന് കൊടുത്തിട്ടുണ്ട്. അടുത്തുനിന്ന് കാണിച്ചു തരാം. കുറേ ദിവസമായല്ലോ അടുത്തുനിന്ന് കണ്ടിട്ടല്ലേ. ഞാൻ എവിടെ ഊരിയാൽ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. കാണാമോ? ഓക്കെ ആണോ? ഒറ്റ മിനിറ്റ് കേട്ടോ. കുറേ വയറ് കണക്ട് ചെയ്തിട്ടതുകൊണ്ട് ഓക്കെ. താമരപ്പൂ കയ്യിൽ കൊടുത്താൽ ഭഗവാന്റെ മുഖം നിങ്ങൾക്ക് മാസ്ക് ആവും. അതുകൊണ്ടാണ് കയ്യിൽ കൊടുക്കാത്തത്.
അത് രാധാറാണിക്ക് പൂജ ചെയ്തതിൻ്റെ മുല്ലപ്പൂക്കളാണ്. വിഷമമൊന്നുമില്ല മാതാജി, നല്ല ക്ഷീണമുണ്ട്, അത്രയേ ഉള്ളൂ. കാരണം ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, ഒരുപാട് ജോലിയുണ്ട് ഇപ്പം, അതാണ് കാര്യം. നല്ല ജോലി തിരക്കാണ് എനിക്ക്. കുറച്ച് ദിവസം ഇല്ലാത്തതിൻ്റെ, നമ്മൾ കമ്മിറ്റ് ചെയ്തതിൻ്റെ കുറേ വർക്കുകൾ പെൻഡിങ് ആണല്ലോ. ഒരുപാട് വർക്ക് എനിക്ക് പെൻഡിങ് ആയി. മഞ്ജരീസിൻ്റെ മാത്രമല്ല, സ്റ്റുഡിയോയിലുള്ള വർക്കുകളൊക്കെ ഒരുപാട് പെൻഡിങ് ആയി. അപ്പം അതൊക്കെ എപ്പോൾ തീർത്ത് കൊടുക്കും എന്നുള്ള ആ ഒരു ആലോചനയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം വൈകുന്നേരത്തെ ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ടാണ് അവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്, എന്നാലും തീരുന്നില്ല. കുറേ വർക്ക് പെൻഡിങ് ആയി, ഇതാണ് പ്രശ്നം. ഏകദേശം ഇത്രയും വണ്ണമുള്ള ബുക്സ് തന്നെ ഡബ് ചെയ്ത് തീർക്കണം. ഒരക്ഷരം പോലും വിട്ടുപോകാതെ ഡബ് ചെയ്ത് തീർക്കണം. അതിൻ്റെ ഇടയ്ക്ക് അന്നദാനം, മഞ്ജരീസിൻ്റെ മെസ്സേജുകൾ, പാക്കിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഏകദേശം ഉറക്കം 2.5 മണിക്കൂറുള്ളത് ഇപ്പോൾ 1 മണിക്കൂറിലോട്ട് ഞാൻ കുറച്ചു, അല്ലാതെ തീരില്ല. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് 1-2 യാത്രകളുണ്ട്. അപ്പം ആ യാത്രയും കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും പെൻഡിങ് ആവുമല്ലോ എന്നുള്ള ആലോചനയിലാണിപ്പം. അതാണ് കാര്യം. മറ്റപടി വിഷമങ്ങളൊന്നുമില്ല. ഭഗവാന്റെ കാരുണ്യത്തിൽ സമാധാനമായിട്ട് പോകും. നോക്കാം, തീർക്കാം, തീർത്ത് കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ അവരെ വായിലിരിക്കണം മുഴുവൻ ഞാൻ മേടിച്ചേക്കേണ്ടി വരും. ഒന്നും പറയില്ല, പക്ഷെ ഒരു ഉത്തരവാദിത്തമില്ലായ്മ എന്നുള്ളത് ഒരു ആവില്ല. കുറേ വർക്കുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറത്ത് വർക്കുണ്ട്. സുജ, നമ്മൾ കണ്ടിരുന്നു, ഒരുപാടുണ്ട്. ഒത്തിരി വർക്കുണ്ട്. 4 സ്റ്റുഡിയോയിലും വർക്ക് പെൻഡിങ് വെച്ചിട്ടാണ് ഞാൻ പോയത്. 4 പേരുടെയും തീർത്തു കൊടുക്കാന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു ടെൻഷൻ തീരും. നമുക്ക് വേഗം തീർത്തു കൊടുക്കാം. ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശ്രീമദ് ദേവി ഭാഗവതത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ ശിവബ്രഹ്മസ്തുതിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശരിയാക്കാൻ അമ്മുണ്ട്. ശിവബ്രഹ്മസ്തുതി ഇതെന്താണെന്നുള്ളത് നമുക്ക് നല്ലൊരു പേരാണ്. ശിവബ്രഹ്മസ്തുതി എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാക്കിംഗ് ഡിസ്പാച്ച് ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയും? ഒരാൾക്ക് ഒരു സാധനം പോകേണ്ടടുത്ത് 2 സാധനം പോകും. അപ്പോൾ ഒരു സാധനം പോയതിൻ്റെ പോസ്റ്റൽ ചാർജ് 60-70 രൂപ ഞാൻ കാണണം. അവരിങ്ങോട്ട് തിരിച്ചയക്കും. ആ എമൗണ്ട് വാങ്ങാൻ പറ്റില്ല. പിന്നെ കറക്റ്റ് പാക്കിംഗ് ആണോ എന്നുള്ള കാര്യവും നമുക്ക് കംപ്ലൈൻറ്റ്സ് വരും. പിൻകോഡിൽ ഏതെങ്കിലും ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും. സാധനം അവിടെ കിടക്കും, റിട്ടേൺ വരും. പിന്നെ അയച്ചു കൊടുക്കുന്ന സാധനങ്ങളിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു 4 ഐറ്റം ഓർഡർ തന്നിട്ട് 2 ഐറ്റമേ ഉള്ളൂ എങ്കിൽ അതവിടെ മാറ്റിവെക്കും. ആ ഉള്ള 2 ഐറ്റം അയച്ച് ബാക്കി 2 കൊടുക്കണ്ടേ. പിന്നെ ഈ തീരുന്ന സാധനങ്ങൾ ബോംബെയിലേക്ക് ഓർഡർ കൊടുക്കുന്ന ഒരു ജോലിയുണ്ട്. അത് തിരിച്ചു കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന സമയത്ത് അവരുടെ ഇൻവോയ്സ് കറക്റ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് സിവിയർ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒഫീഷ്യൽ കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ പോകുന്നത്. ഷെൽഫിലിരിക്കുന്ന ഒരു ബുക്ക് എടുത്ത് വെറുതെ ഒരു കവറിലിട്ട് പാക്ക് ചെയ്ത് അയക്കുന്ന ജോലിയല്ല ഈ പാക്കിംഗ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. അയക്കുന്ന സാധനങ്ങൾ കറക്റ്റാണോ, അത് എത്ര ഇനി സ്റ്റോക്കുണ്ട്, അത് എത്ര എണ്ണം നമുക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട്, അതൊക്കെ ഒരു കണക്കാണ്. അതുമൊക്കെ ഒന്ന് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശരിയാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പോകുന്നത്. നമ്മൾ വെറുതെ കാണുന്ന പോലെ ഒരു 2.5 മണിക്കൂർ വന്ന് ക്ലാസ് എടുത്തിരുന്ന ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്നത് പോലെ അല്ല ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. നല്ല രീതിക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്കെന്ത് വിഷമം? നത്തിങ്. ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഇന്നലെ രാത്രി കിടന്നപ്പോഴേക്കൊരു 1:15, 1:20 ആയി. മെസ്സേജുകളൊക്കെ കുറച്ച് നോക്കി. അത് കഴിഞ്ഞ് പിന്നെ 2:45 എഴുന്നേറ്റ് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് 4 മണിയായപ്പോഴേക്കും പ്രസാദം കഴിച്ചു. പിന്നെ ഒരു മണിക്കൂർ കിടക്കാമെന്ന് ഓർത്തപ്പോഴേക്കും പിന്നെ പച്ചക്കറിയിൽ കുറച്ച് സാധനങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി അതും മേടിച്ച് തിരിച്ചു വന്ന്, അത് കഴിഞ്ഞ് രാവിലെ തന്നെ കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു. പ്രാക്ടീസ് കഴിഞ്ഞു.
പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ബിന്ദുമ്മ അമ്മൂൻ്റെ അടുത്തുനിന്ന് കഴിച്ചോളൂ. തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്തു. ഫ്ലോറൊക്കെ ഒന്ന് തുടച്ചു, കുളിച്ചു, ഭഗവാന്റെ പൂജ ചെയ്തു. ഇപ്പം അങ്ങോട്ട് ഇരുന്നിട്ടേ ഉള്ളൂ. ഒന്ന് വിട്ടാൽ സുഖമായിട്ട് 1 മണിക്കൂർ ഉറങ്ങും. പക്ഷേ അതിനുള്ള സമയമില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ അന്നദാനം കൊണ്ടുപോകണം. അന്നദാനം കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴേക്കൊരു 3:45, 4 മണിയാവും. അത് കഴിഞ്ഞിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അത് തീർത്തിട്ട് ഡബ്ബിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകണം. തിരിച്ചു വരുമ്പോഴത്തേക്കും നേരത്തെ വന്നാൽ ക്ലാസ് എടുക്കും, ഇല്ലെങ്കിൽ രാത്രിയിലെ ക്ലാസ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് നോമ്പ് തുറക്കണം. അതൊക്കെയാണ് കാര്യങ്ങൾ. എനിവേ, അതൊക്കെ പറഞ്ഞ് സമയം കളയണ്ട, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ശ്രീമദ് ദേവി ഭാഗവതം 3 ശിവബ്രഹ്മസ്തുതിയിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്യുക്താവിരധേ വിഷ്ണു ദേവദേവേ ജനാർദ്ദന ഉവാച ശങ്കര ശർവാ പ്രണതാ പുരാതസ്ഥിത യദി ഹരിസ്തവാ ദേവി വിഭാജവസ്തധനു പത്മജ ഏവാ തപോദ്ഭവ കിമഹമന്ദ്ര തപാവീന സദ്ഗുണ സകല ലോകവിധൗ ചതുരാശിവേ. എന്തോ ഒന്ന് അമ്പിളിമാതാജി അങ്ങ് വായിച്ചു പോയി. എന്താണെന്നൊരു ഐഡിയ ഇല്ലല്ലേ? എനിക്കും അതുപോലെ തന്നെയാണ്, എന്താണെന്ന് ഐഡിയ ഇല്ല. ഭഗവാൻ വിഷ്ണു, നമ്മൾ ഇന്നലെ പഠിച്ചു, ഭഗവാൻ വിഷ്ണു ദേവി സ്തുതി ചെയ്തു അല്ലെ? ശ്രീമതി രാധാറാണിയെ നന്നായിട്ട് സ്തുതിച്ചു. അപ്പം ആ ദേവി സ്തുതി കഴിഞ്ഞപ്പോൾ, ഭഗവാൻ ദേവി സ്തുതി ചെയ്ത് കഴിഞ്ഞപ്പോൾ മഹാദേവൻ എന്തു ചെയ്തു? ദേവിയെ സ്തുതിച്ചങ്ങൊരു പാട്ട് പാടി. എന്തായിരിക്കും അത്? ദേവി, അവിടുത്തെ മായാവിഭൂതിയിലല്ലേ ഹരിയും ബ്രഹ്മാവും ജനിച്ചത്? മഹാദേവൻ എന്താ ചോദിക്കുന്നത്? ദേവി, അവിടുത്തെ മായാവിഭൂതിയിലല്ലേ, അവിടുത്തെ മായയാലല്ലേ ഹരിയും ബ്രഹ്മാവും ജനിച്ചത്? സഗുണനായിരിക്കുന്ന ഈയുള്ളവനും അമ്മയുടെ സൃഷ്ടിയാണ്. മഹാദേവൻ പറയാണ്, ഹരിയും ബ്രഹ്മാവും മാത്രമല്ല, ഞാനും അമ്മയുടെ സൃഷ്ടിയാണ്. എല്ലാത്തരം സൃഷ്ടികളിലും അതിവിദഗ്ധയാണ് അമ്മ. അമ്മ തന്നെയാണ് സമസ്തവും സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തരം സൃഷ്ടികളിലും അതിവിദഗ്ധയാണ് അമ്മ. പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും അവിടുന്ന് ആകുന്നു. മനസ്സിലായില്ലേ? പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും സമസ്തവും ആരാകുന്നു? സാക്ഷാൽ അമ്മയാകുന്നു. ഈ അമ്മ ആരാണ്? ശ്രീമതി രാധാറാണിയാണ്. അറിവില്ലാത്തവരുടെ ഉദീരണങ്ങളിൽ ഞങ്ങൾ മൂവരാണ് ഭുവനത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതെന്ന് കാണാം. ഇവിടെ പ്രത്യേകം പറയുന്നു, അറിവില്ലാത്തവരുടെ ചിന്താഗതികളിൽ നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്ന എന്താണ്? സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത് ബ്രഹ്മദേവനും മഹാവിഷ്ണുവും മഹാദേവനുമാണെന്നാണ്. പക്ഷേ ഇവരെല്ലാവരും അമ്മയുടെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാ പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചത് അമ്മയല്ലേ? മഹാദേവൻ ചോദിക്കുകയാണ് ദേവിയോട്, യഥാർത്ഥത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അമ്മ തന്നെയല്ലേ? പഞ്ചഭൂതങ്ങളായിരിക്കുന്ന ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയുടെ എല്ലാം പ്രഭാവങ്ങളും അമ്മ തന്നെയല്ലേ? പഞ്ചഭൂതങ്ങളും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതിന്റെ എല്ലാം സഗുണപ്രഭാവമെല്ലാം, എല്ലാത്തിൻ്റെയും പ്രഭാവം അമ്മേ അവിടുത്തെ കഴിവ് തന്നെയല്ലേ? അല്ലാതെ മറ്റാരെ കൊണ്ടുമല്ല ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാം അമ്മയുടെ കഴിവ് തന്നെയാണ്. ആ ദിവ്യകലയുടെ അഭാവത്തിൽ ഭുവന നിർമ്മിതി അസാധ്യമാണ്. അതായത് അമ്മയുടെ അഭാവം, അമ്മയില്ല എങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ടം അത് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എല്ലാ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ച് കളിച്ച് രസിച്ച് യഥേഷ്ടം ആ കളി നിർത്താനും നീ തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാകുന്നത്. മഹാദേവൻ പറയാണ്, അമ്മയുടെ ഇഷ്ടം പോലെ അമ്മ ഈ ഭൂർലോകം, അതായത് ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം അമ്മ സൃഷ്ടിക്കുന്നു, അതെല്ലാം അമ്മ നിലനിർത്തുന്നു, അതെല്ലാം അമ്മ സംഹരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് അമ്മ തന്നെയാണ്. എന്നിട്ടോ ഇതെല്ലാം നിലനിർത്താൻ വേണ്ടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും അമ്മ നിയോഗിക്കുന്നു. ലോക സൃഷ്ടിക്കായി ദാഹിക്കുമ്പോൾ ഞങ്ങൾ ത്രിമൂർത്തികൾ അമ്മയുടെ പാദത്തല്ലേ ആശ്രയിക്കുന്നത്? ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് അത് നിലനിർത്തി അത് സംഹരിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ 3 പേരും അമ്മയുടെ തൃപ്പാദത്തെയല്ലേ ആശ്രയിക്കുന്നത്? അവിടുത്തെ ആ ഒരു ദയ കൊണ്ട്, അവിടുത്തെ ആ ഒരു കാരുണ്യം കൊണ്ട് ഞാനൊരു ഹേതുവായി ഒരു തമോ ഗുണത്തിൽ നിന്നുകൊണ്ട് വിരഞ്ജൻ രജോ ഗുണവും, അതായത് ഹരി സത്വഗുണവും, മഹാദേവൻ തമോ ഗുണത്തിലും വിരഞ്ജൻ എന്ന് പറയുന്നത് ബ്രഹ്മദേവൻ രജോ ഗുണത്തിലും, ഹരി എന്ന് പറയുന്നത് വിഷ്ണു, അദ്ദേഹം സത്വഗുണത്തിലും നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ മുക്തി
മുഖ്യ ഗുണമായിട്ട് അമ്മ ഞങ്ങളെ എല്ലാവരെയും നിലനിർത്തിക്കൊണ്ട് അമ്മ തന്നെയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഞങ്ങൾ ആരുമല്ല നിയന്ത്രിക്കുന്നത്, അമ്മ തന്നെയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അമ്മയുടെ കാരുണ്യമാണ് ഈ സൃഷ്ടിയും ഈ നിയന്ത്രണവും ഈ സംഹാരവും ഈ നിലനിൽപ്പും എല്ലാം അമ്മയുടെ കാരുണ്യമാണ്. അമ്മേ, അവിടുത്തെ മാനസം അസമമല്ല എന്ന വരികിൽ ഈ ലോകത്ത് ഇത്രയധികം വൈവിധ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? അമ്മയുടെ മനസ്സ്, അമ്മയുടെ ഹൃദയത്തിൽ ആ കാരുണ്യമില്ല എങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാവില്ല എന്നാണ് മഹാദേവൻ പറയുന്നത്. അമ്മയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ചില രാജാക്കന്മാരും ചില പരിചാരകരും ചില സമ്പന്നരും ചില ദരിദ്രരും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് ഞങ്ങൾ 3 പേരെയും ഭിന്നഗുണപ്രധാനികളായി അവിടുന്ന് സൃഷ്ടിച്ചു അല്ലെ. സൃഷ്ടിയും സ്ഥിതിയും എല്ലാം നിലനിർത്താൻ സംഹരിക്കാനൊക്കെ ആയിട്ട് അമ്മ എന്തു ചെയ്തു? ഞങ്ങളെ 3 പേരെയും വ്യത്യസ്തമായ ജോലികൾ അമ്മ ഏൽപ്പിച്ചു. ഞങ്ങൾ ആകാശത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പല പല പുതിയ ലോകങ്ങളെ ഞങ്ങൾ കണ്ടു. അതൊന്നും ഉണ്ടാക്കിയത് ആരാണ് എന്ന് അപ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതം ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ദേവി തന്നെ ഈ വിമാനം എടുത്തിട്ട് ഇവരെ എല്ലാ ലോകങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. അവസാനം ശ്രീമതി രാധാറാണി ഇരിക്കുന്ന സ്ഥലവും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ വരുന്ന വഴിക്ക് വൈകുണ്ഠം കണ്ടു, കൈലാസം കണ്ടു, ദുർഗാലോകം കണ്ടു, എല്ലാ സ്ഥലങ്ങളും കണ്ടു, നാഗലോകം കണ്ടു, എല്ലായിടവും കണ്ടു. ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? ഇതിന്റെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു അമ്മേ. പക്ഷെ ഇപ്പൊ എല്ലാം ഞങ്ങൾ അറിയുന്നു, അമ്മ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന്. ജഗത്തിന്റെ മുഴുവൻ അമ്മയായ അവിടുന്ന് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാത്തിനെയും അമ്മ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചുകൊണ്ട് അമ്മ അങ്ങനെ രസിക്കുകയാണ്. അവിടുത്തെ പതിയായിരിക്കുന്ന പരമപുരുഷനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ ഈ കലകളെല്ലാം അവതരിപ്പിക്കുന്നത് എന്നും ഞങ്ങൾ അറിയുന്നു. അമ്മയുടെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ ഇതെല്ലാം ചെയ്യുന്നത് എന്നും ഞങ്ങൾ അറിയുന്നു. എങ്കിലും അമ്മയുടെ മാർഗം അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അമ്മയുടെ മാർഗം എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് അജ്ഞാനമാണ് അമ്മേ. അവിടുത്തെ ഭക്തരായ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ഭക്തിയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉയരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് പുരുഷത്വം ഉണ്ടെന്നാലും അമ്മയെ സേവിക്കാൻ അവസരം ഇല്ലെങ്കിൽ പിന്നെ എന്ത് നേട്ടമാണുള്ളത്? മഹാദേവൻ ചോദിക്കാണ്, ഞങ്ങൾക്ക് പുരുഷത്വമുണ്ട് എങ്കിലും അമ്മയെ സേവിക്കാൻ അവസരമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അമ്മേ ഞങ്ങളുടെ ഈ ഒരു ജന്മം, ഈ ഒരു പിറവി ഞങ്ങൾക്ക് എന്തിനാണ്? അതായത് ശ്രീമതി രാധാറാണിയെ സേവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം വേസ്റ്റ് ആണ്, നമ്മുടെ ഈ ജന്മമേ വേസ്റ്റ് ആണെന്ന് പറയുന്നു. ഗോപികമാർ എല്ലാവരും നോക്കുന്നത് ഭഗവാന്റെ പാദത്തിലേക്കാണ്, ഭഗവാൻ നോക്കുന്നതോ ശ്രീമതി രാധാറാണിയിലേക്കാണ്. അപ്പൊ ആ രാധാറാണിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഭഗവാൻ നമ്മളിലേക്ക് നോക്കും അല്ലെ. അപ്പൊ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ആരെയാണ്? ശ്രീമതി രാധാറാണിയെയാണ്. ഇവിടെ മഹാദേവൻ ചോദിക്കുന്നതും അത് തന്നെ. അമ്മയുടെ തൃപ്പാദങ്ങൾ ഞങ്ങൾ സേവിച്ചിട്ടില്ല എങ്കിൽ പുരുഷത്വത്തോടുകൂടി ജനിച്ച ഞങ്ങളുടെ ജീവിതം, ഈ ജന്മം അതെന്തിനു കൊള്ളാം? എന്താവശ്യമുണ്ട് ആ ജന്മം കൊണ്ട്? അവിടുത്തെ പാദഭജനമല്ലാതെ ത്രിഭുവനങ്ങളെ ഭരിക്കാൻ അവസരം ലഭിക്കുന്നതിലും മനുഷ്യനായി ജനിച്ച് ജീവിക്കുന്നതിലും ഒന്നും എനിക്ക് താല്പര്യമില്ല. 3 ലോകങ്ങൾ ഭരിക്കാൻ അവസരം കിട്ടിയാലും ശരി, മനുഷ്യനായി ജനിച്ച് ജീവിക്കാൻ അവസരം കിട്ടിയാലും ശരി, അമ്മയുടെ തൃപ്പാദങ്ങളെ ഭജിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇതൊന്നും ലഭിച്ചിട്ട് കാര്യമില്ല. ഇതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടും കാര്യമില്ല. സാക്ഷാൽ ശ്രീമതി രാധാറാണിയെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭജിക്കേണ്ടത്. ആ ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അവിടുത്തെ പാദങ്ങളെ പൂജിക്കാൻ അവസരമില്ലെങ്കിൽ യുവതീ ഭാവത്തിൽ ഇങ്ങനെ വാഴുന്നതിലും എനിക്ക് താല്പര്യമില്ലമ്മേ. മഹാദേവൻ പറയുന്നു, അമ്മയുടെ പാദങ്ങളെ പൂജിക്കാൻ അവസരം ഇല്ല എങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതിലും അർത്ഥമില്ല, ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നാ പറയുന്നത്. മറിച്ച് വെറുതെ പുരുഷത്വം കിട്ടിയതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അമ്മയുടെ പാദങ്ങളെ ഞാൻ ആശ്രയിക്കുന്നില്ല, അമ്മയുടെ പാദങ്ങളെ ഞാൻ പൂജിക്കുന്നില്ല എങ്കിൽ ഞാനിങ്ങനെ ഒരു സ്ത്രീയായി ജീവിക്കുന്നതിലും അർത്ഥമില്ല, ഞാനൊരു പുരുഷനായി ജീവിക്കുന്നതിലും അർത്ഥമില്ല. അതിനാൽ ശിവൻ സ്ത്രീ രൂപത്തിൽ അമ്മയെ സേവിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയണ, ഞാൻ ശിവൻ,
ഞാൻ അമ്മയെ സ്ത്രീ രൂപത്തിൽ, കാരണം ഇവർ വന്നപ്പം തന്നെ ഇവർ സ്ത്രീ രൂപത്തിൽ യുവതികളായി മാറിയല്ലോ, അപ്പൊ ആ സ്ത്രീ രൂപത്തിൽ ഞാൻ അമ്മയെ സേവിക്കുകയാണ് എന്ന കീർത്തി പരന്നു കൊള്ളട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അമ്മേ. എനിക്ക് വലിയൊരു പുരുഷനായി 3 ലോകങ്ങളെയും ഭരിക്കുന്നതിലല്ല എനിക്ക് ആശ്രയം, അല്ലെങ്കിൽ അതിലല്ല എനിക്ക് സന്തോഷം. ഒരു യുവതീ ഭാവത്തിൽ അമ്മയുടെ പാദങ്ങൾ പൂജിക്കുന്നതിലാണ് എനിക്ക് താല്പര്യം. ആ ഒരു രീതിയിൽ പുരുഷത്വമുള്ള ഞാൻ യുവതീ ഭാവത്തിൽ അമ്മയുടെ പാദങ്ങളെ പൂജിക്കുന്നു എന്ന് ലോകം മുഴുവൻ അറിയട്ടെ. മഹാദേവനായിരിക്കുന്ന ഞാൻ യുവതീ ഭാവത്തിൽ അമ്മയുടെ പാദങ്ങളെ പൂജിക്കുന്നു എന്ന് ലോകം മുഴുവൻ അറിയട്ടെ അമ്മേ. അതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ അപകീർത്തിയായി കണക്കാക്കുന്നില്ല. ആണായി പിറന്ന ഞാൻ പെണ്ണായി അമ്മയെ പൂജിക്കുന്നു എന്നുള്ളതൊരു അപകീർത്തിയായി ഞാൻ കണക്കാക്കുന്നില്ല അമ്മേ. ആ പാദമലരുകളുടെ സാമീപ്യമില്ല എങ്കിൽ ഒരു നിമിഷം ഒരു യുഗത്തിന് സമയമായിരിക്കും. ഒരു നിമിഷമെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ പാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എങ്കിൽ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു യുഗത്തിന് സമമാണമ്മേ. എനിക്ക് ആ ഒരു നിമിഷം പോലും അമ്മയെ പിരിഞ്ഞ് ജീവിക്കാനാവില്ല. അവിടുത്തെ പാദാംബുജം ആശ്രയിക്കുന്നതിന് പകരം കഠിനമായ തപസ്സിൽ മുഴുകിയ മുനിമാരുടെ കാര്യം കഷ്ടമാണമ്മേ. കഠിനമായ തപസ് ചെയ്യുന്ന ഒരുപാട് മുനിമാരുണ്ട്. അവരൊക്കെ അമ്മയുടെ പാദങ്ങൾ പൂജിക്കാതെ എന്തിനു വേണ്ടി തപസ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ കാര്യമൊക്കെ കഷ്ടമാണമ്മേ. അമ്മയുടെ പാദങ്ങൾ പൂജിക്കുക, അതിനേക്കാൾ വലുതായി മറ്റൊന്നില്ല എന്നാണ് ഇവിടെ മഹാദേവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വിധി അവരെ കണക്കിന് പറ്റിച്ചിരിക്കുകയാണ്. ആരെ? വലിയ വലിയ യോഗീ ശ്രേഷ്ഠന്മാര്. അവരിങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തപസ് കൊണ്ട് എന്താ പ്രയോജനം എന്നാണ് മഹാദേവൻ ചോദിക്കുന്നത്. ആ ഒരു വിധി അത് വല്ലാത്തൊരു വിധിയാണ്. അവരമ്മയെ അറിയുന്നില്ല. അമ്മയെ അറിയണം. അമ്മയുടെ പാദങ്ങൾ അവര് പൂജിക്കണം. മുക്തി സാധ്യത്തിന് അവിടുത്തെ പാദഭജനം മാത്രമേ വഴിയുള്ളൂ എന്ന് അവരിൽ അറിവ് വരാത്തത് എന്തുകൊണ്ടാണമ്മേ? മുക്തി ലഭിക്കണമെങ്കിൽ അമ്മയുടെ പാദങ്ങൾ തന്നെ പൂജിക്കണം എന്നുള്ള അറിവ് എന്തുകൊണ്ട് അവർക്ക് വരുന്നില്ല? മഹാദേവൻ ചോദിക്കണം, എന്തുകൊണ്ട് വരുന്നില്ല? എനിക്ക് അതാണ് അറിയേണ്ടത്. അവർക്ക് ഭൗതിക സുഖങ്ങളും വെറുപ്പല്ലേ? ഈ വലിയ വലിയ തപസ് ചെയ്യുന്ന മുനി ശ്രേഷ്ഠന്മാർക്ക് ഭൗതിക സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വെറുപ്പാണല്ലോ അമ്മേ. അപ്പൊ ആ ഭൗതിക സുഖങ്ങളൊക്കെ വിട്ടിട്ട് അമ്മയുടെ പാദങ്ങൾ അവർക്ക് പൂജിച്ചൂടെ? അവരെന്തിനാണ് ഇങ്ങനെ കഠിനമായ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ വെറുപ്പിനെ ഇല്ലായ്മ ചെയ്യാനും ഭഗവതിയുടെ അനുഗ്രഹം വേണം അല്ലെ? ഭൗതിക സുഖങ്ങളിൽ നിന്നുള്ള ആ ഒരു വെറുപ്പ്. ചില ആളുകൾക്ക് നല്ല സുഖകരമായുള്ള ജീവിതം ഉണ്ടാവും, സ്വന്തം വീടുണ്ടാവും, മക്കളുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, ബാങ്കിൽ പണം ഉണ്ടാവും, ജോലി ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. പക്ഷെ ജീവിതത്തിൽ എന്തോ ഒരു വെറുപ്പ്. എന്ത് ജീവിതം, ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം എന്നൊരു തോന്നലുണ്ടാവും. ചില വ്യക്തികൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വീടുണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, ഭാര്യയിലെ പിന്നെ കുട്ടികളും ഇല്ലല്ലോ, അച്ഛനുണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ ഹാപ്പി ആയിരിക്കും. കാരണം അവർ അമ്മ മഹാമായയെ അറിയുന്നു, അവർ ദേവിയെ അറിയുന്നു. നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ദേവി ഉണ്ട് എങ്കിൽ നമുക്ക് ചുറ്റും എന്ത് തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായാലും ചിലപ്പോൾ 1-2 ദിവസം നമ്മൾ അതിൽ ദുഃഖിച്ചിരിക്കും, പിന്നെ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരും. കാരണം ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും നേരിടാൻ സാധിക്കും. മനസ്സിലായില്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടെങ്കിൽ കൃഷ്ണൻ നമുക്ക് സമീപസ്ഥനാണ്. കൃഷ്ണനെ നമ്മൾ തേടി അലയേണ്ട. സാക്ഷാൽ രാധാറാണി എവിടെയുണ്ടോ അവിടെ കൃഷ്ണനുണ്ട്. ഈ രാധാറാണി തന്നെയാണ് ഈ അമ്മ മഹാമായ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭവസാഗര തരണത്തിനായി അമ്മയെ ഭജിക്കുക എന്നൊരു മാർഗം മാത്രമേ ഉള്ളൂ. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കണം എങ്കിൽ, സമാധാനപരമായി ജീവിക്കണം എങ്കിൽ അമ്മയെ ഭജിക്കുക, അത് മാത്രമേ മാർഗമുള്ളൂ. മറ്റു മാർഗങ്ങളൊന്നുമില്ല. കാരണം ഭഗവാൻ കൃഷ്ണൻ നമുക്ക് ആത്മീയ സുഖം മാത്രമേ നൽകൂ, ആത്മീയ ആനന്ദം മാത്രമേ നൽകൂ. എന്നാൽ ദേവി നമുക്ക് ഭൗതിക ആനന്ദവും ഭൗതിക സുഖവും നൽകും. അപ്പൊ ദേവിയെയാണ് നമ്മൾ പൂജിക്കുന്നത് എങ്കിൽ, ശ്രീമതി രാധാറാണിയുടെ തൃപ്പാദങ്ങളാണ് നമ്മൾ ആശ്രയിക്കുന്നത് എങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? കൃഷ്ണന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അപ്പൊ കൃഷ്ണൻ എന്താ തരാം? നമുക്ക് ഭക്തി തന്നുകൊണ്ടേയിരിക്കും. ആ ഭക്തി കൊണ്ട് നമ്മൾ ആരിലേക്ക് അടുക്കും? ദേവിയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ശ്രീമതി രാധാറാണിയും കൃഷ്ണനും കൂടെ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പക്കയായിരിക്കും. ഒന്നിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട.
അവിടുത്തെ ദയാവായ്പ എന്നിൽ ചൊരിഞ്ഞ് അവിടുത്തെ നവാക്ഷരി മന്ത്രം എനിക്ക് ഉപദേശിച്ചു തരൂ. ഭഗവാൻ ചോദിക്കുകയാണ്. അവിടുത്തെ ദയ, അമ്മയുടെ കാരുണ്യം, അമ്മയുടെ ദയ അതെനിക്ക് എന്നിൽ ചൊരിഞ്ഞു തരൂ അമ്മേ. അവിടുത്തെ നവാക്ഷരി മന്ത്രം അമ്മ എനിക്ക് പഠിപ്പിച്ചു തരൂ. അത് ജപിച്ചും ധ്യാനിച്ചും ഞാൻ സുഖിച്ചുകൊണ്ട് ജീവിക്കട്ടെ എന്നാ പറയുന്നത്. അതായത് ദേവിയെ ആരാധിക്കുമ്പോൾ സുഖിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കട്ടെ. മനസ്സിലെ എല്ലാ ഭാരങ്ങളെയും നമ്മൾ ഇറക്കി വെച്ച് സുഖകരമായി ജീവിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യ ജന്മത്തിൽ എന്നിലുണ്ടായിരുന്ന ആ മന്ത്രം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. മഹാദേവൻ പറയണം, മുമ്പൊരു ജന്മം എടുത്തപ്പോൾ എൻ്റെ ഉള്ളിൽ ആ മന്ത്രം ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പം എനിക്കത് ഓർമ്മയില്ല അമ്മേ. അതെനിക്ക് എന്നും എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കണം ആ ഒരു മന്ത്രം. അങ്ങനെ ഞാൻ ഭവസാഗര തീരമണയട്ടെ, അമ്മയുടെ പാദങ്ങളുടെ തീരത്തിലേക്ക് ഞാൻ വരട്ടെ. ഇതാണ് മഹാദേവൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ ബ്രഹ്മദേവൻ പറയാണ്, പരമശിവന്റെ സ്തുതിയിൽ സന്തോഷവതിയായ ദേവി അപ്പൊ തന്നെ ശങ്കരന് നവാക്ഷര മന്ത്രം സ്പഷ്ടമായിട്ട് ഭഗവതി അങ്ങ് ചൊല്ലിക്കൊടുത്തു, വൃത്തിയായിട്ട് അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. ഉചിതമായിരിക്കുന്ന സ്വരശ്രുതി ഭാവങ്ങളോടെ, അതിന് ഏത് രീതിയിൽ ഉചിതമായ സ്വരവും ശ്രുതിയും ഭാവങ്ങളും ഉണ്ടോ അതേ രീതിയിൽ മന്ത്രം ഉരുവിട്ടുകൊണ്ട് മഹാദേവൻ നല്ല സന്തോഷത്തോടു കൂടി അവിടെ അങ്ങനെ നിൽക്കുകയാണ് ആ നവാക്ഷരി മന്ത്രം കിട്ടിയപ്പോൾ. ആ സമയത്ത് ചന്ദ്രകലാധരൻ, അതായത് ഭഗവാൻ മഹാദേവൻ ധ്യാനത്തിലിരുന്നു കൊണ്ട് ദേവീ സവിധത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ എന്ത് ചെയ്ത് ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. ധ്യാനിച്ചുകൊണ്ട് മഹാദേവൻ ഇങ്ങനെ ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്തായി, ബ്രഹ്മദേവനും ദേവിയെ പൂജിക്കാൻ തുടങ്ങി. വേദങ്ങൾ അമ്മയെ സകലതിൻ്റെയും ആധാരമായി വർണ്ണിക്കുന്നില്ല. അത് മാമറകൾക്ക്, അതായത് വേദങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണെന്നും തോന്നുന്നില്ല. എല്ലാ പൂജകളിലും യാഗങ്ങളിലും സ്വാഹ എന്ന് പറഞ്ഞ് ത്രിലോകങ്ങളിലും അമ്മയെ കീർത്തി ചെയ്യുന്നുണ്ടല്ലോ. ഈ സ്വാഹ എന്ന് പറയുന്നത് ദേവിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. എല്ലാ വേദങ്ങളിലും എല്ലാ മന്ത്രങ്ങളിലും സ്വാഹ എന്ന് പറയുന്നത് അത് ദേവിയെ അഭിസംബോധന ചെയ്യുവാണ്. ഞാൻ ഭയങ്കരമായി അതിശയപ്പെട്ട ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചുവെന്നും എൻ്റെ അത്ര സൃഷ്ടി നൈപുണ്യം ആർക്കും ഉണ്ടാവില്ലെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ബ്രഹ്മം ഞാനാണെന്നും ആഗ്രഹിച്ച് അഹങ്കരിച്ച് നിൽക്കുന്ന സമയത്താണമ്മേ ഞാൻ മുങ്ങിപ്പോകുന്നത്. ബ്രഹ്മദേവൻ പറയണം, സൃഷ്ടി മുഴുവൻ എൻ്റെ കൈകളിലാണ്, ഞാനാണ് സർവ്വതിനും ഉടമ എന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ വലിയ സംഭവമായി നിൽക്കുന്ന സമയത്താണമ്മേ ഞാൻ പ്രളയത്തിൽ അങ്ങ് മുങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഭവസാഗരത്തിൽ അമ്മയെ ഞാൻ കണ്ടെത്തുന്നത്, അമ്മയെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാനെന്ന എൻ്റെ ഉള്ളിലെ അഹങ്കാര ഭാവം അതങ്ങ് മാറി കിട്ടിയമ്മേ. ഇന്നിപ്പോൾ അവിടുത്തെ പാദത്തിലെ പൊടി, അതിൻ്റെ ആ ഒരു പ്രഭാവം മൂലം എന്നിൽ സത്യം എന്താണെന്ന് ഉണർന്നു അമ്മേ. ഞാൻ ഒന്നുമല്ല, അമ്മ തന്നെയാണ് സർവവും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണമ്മേ എനിക്ക് ഈ ജന്മം കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. ഇതാരാ പറയുന്നതെന്നറിയോ? ബ്രഹ്മദേവൻ. പരമേശ്വരിയായ അവിടുന്ന് തന്നെ. ബിന്ദുമ്മ ഇവിടുന്ന് സംസാരിച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞാൽ മതി. 1 മണിക്ക് വിളിക്കാൻ പറഞ്ഞാൽ. അപ്പൊ പറയുന്നു, സർവ്വതിനും ആധാരമായിരിക്കുന്നത് സാക്ഷാൽ പരമേശ്വരിയായിരിക്കുന്ന ശ്രീമതി രാധാറാണി തന്നെയാണ്. അപ്പോ എന്നെ അമ്മ അവിടുത്തെ ഭക്തനാക്കണം എന്നാണ് ബ്രഹ്മദേവൻ ആവശ്യപ്പെടുന്നത് ദേവിയോട്. എന്നെ അമ്മ അവിടുത്തെ ഭക്തനാക്കണം, ഭക്തനാക്കിയേ പറ്റൂ, നിർബന്ധമാണ്. മുക്തിപ്രദായിയാണ് ഭഗവതി. മുക്തി നൽകുന്ന ആ ഒരു പ്രദാനം ചെയ്യുന്ന നിറകുടമാണ് ഭഗവതി. ഭഗവതി ഇല്ല എങ്കിൽ ഒന്നുമില്ല. സാക്ഷാൽ പരമേശ്വരിയാണ് സർവ്വതിനും ആധാരം. മോഹപാശം അകറ്റാനും നീയാണ് സമർത്ഥ. നമുക്ക് എന്തിനോട് മോഹം ഉണ്ടായാലും ശരി, അതെല്ലാം അകറ്റിത്തരാൻ അമ്മ തന്നെയാണ് സമർത്ഥയായിരിക്കുന്നത്. മറ്റാരെ കൊണ്ട് അത് സാധിക്കില്ല. അവിടുന്ന് നിർമ്മിച്ച താമരപ്പൂവിലാണമ്മേ ഞാൻ ജനിച്ചത്. അമ്മയാണല്ലോ ആ താമരപ്പൂവ് നിർമ്മിച്ചത്. ആ താമരപ്പൂവിലാണ് അമ്മയെ ഞാൻ ജനിച്ചത്, അല്ലാതെ ഞാൻ തനിയെ ജനിച്ചതല്ല. അമ്മയുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, ഈ ബ്രഹ്മാണ്ടത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് മുക്തിമാർഗം കാണിച്ചു തരേണ്ടതും അമ്മ തന്നെയല്ലേ? ബ്രഹ്മദേവൻ ചോദിക്കുന്നു.
എനിക്ക് മുക്തിമാർഗം കാണിച്ചു തരേണ്ടതും അമ്മ തന്നെയല്ലേ? അവിടുത്തെ കിങ്കരനായ ഞാൻ ബുദ്ധിമോശത്താൽ ഭവാബ്ധിയിൽ പെട്ടുപോയ അമ്മേ, ഞാൻ അഹങ്കരിച്ചു പോയി. എനിക്ക് ബുദ്ധിക്കുറവ് കൊണ്ട് ഞാൻ അഹങ്കരിച്ചു പോയി. ഒരു നിമിഷം എന്നെ അതിൽ നിന്ന് അമ്മ കരകയറ്റി തരണം. അവിടുത്തെ പ്രഭാവത്തെ അറിയാത്തവർ എന്നെ പ്രഭുവായി കണക്കാക്കുന്നു അമ്മേ. അമ്മയെ അറിയാത്തവരാണ് എന്നെ വലിയ ഈശ്വരനായിട്ട് കണക്കാക്കുന്നത്. ഞാനൊന്നുമല്ല അമ്മേ, അമ്മ തന്നെയാണ് സർവവും. സ്വർഗലബ്ധിക്കായിട്ട് യാഗാദികൾ നടത്തുന്ന അവരുണ്ടോ അമ്മയുടെ പ്രഭാവങ്ങൾ അറിയുന്നു? അവരുടെ ലക്ഷ്യം ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ പോണം. ഇതിനൊക്കെ അപ്പുറത്താണ് അമ്മ എന്ന സത്യം ഇവരാരെങ്കിലും അറിയുന്നുണ്ടോ അമ്മേ? ആരും അറിയുന്നില്ല. അമ്മേ, അവിടുന്നാണ് എന്നെ 4 തരം സൃഷ്ടി നടത്താനുള്ള ജോലി ഏൽപ്പിച്ചത് അല്ലേ? അണ്ഡജം, ശ്വേതജം, ഉദ്ബിജം, ജരായുജം, അങ്ങനെ 4 ജാതി ജന്മങ്ങളെയാണ് അമ്മേ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഏൽപ്പിച്ചത് അമ്മ തന്നെയല്ലേ? അപ്പൊ ബ്രഹ്മദേവൻ നടത്തുന്ന 4 ജന്മങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? അണ്ഡജം, ശ്വേതജം, ഉദ്ബിജം, ജരായുജം. ഇതെന്താണെന്ന് മുന്നോട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, അണ്ടത്തിൽ നിന്ന് വിരിഞ്ഞുണ്ടാവുക, പ്രസവിക്കുക, അതായത് മുട്ട വിരിഞ്ഞുണ്ടാവുക, പ്രസവിക്കുക, അങ്ങനെ സംഭവങ്ങൾ പറയില്ലേ, അതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ 4 ജാതി ജന്മങ്ങളെ ഞാൻ ഉണ്ടാക്കുന്നുള്ള അഹങ്കാരവും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അമ്മേ. ഈ അഹങ്കാരം എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. അത് അമ്മ എന്നോട് പൊറുക്കണം. എനിക്ക് ഇനി ആ അഹങ്കാരം ഉണ്ടാവില്ല അമ്മേ. ഒരു കൺഫേഷൻ എടുക്കാന്ന് പറയില്ല, നമ്മൾ കുമ്പസരിക്കുക, തെറ്റുകൾ ഏറ്റു പറയാന്ന് പറയില്ലേ, അതാണ് ഇവിടെ ബ്രഹ്മദേവൻ ദേവിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് അഷ്ടാംഗ യോഗങ്ങളൊക്കെ മനപ്പാടാക്കി ധ്യാനത്തിലൊക്കെ മുഴുകി ആ ഒരു മൂഢര് എൻ്റെ നാമം അറിയാതെയെങ്കിലും നാവിൽ വരിച്ചാൽ അത് പ്രദമാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അമ്മയുടെ നാമം അഷ്ടാംഗ ഹൃദയവും പഠിക്കേണ്ട, ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അഷ്ടാംഗ യോഗവും പഠിക്കേണ്ട, ഒന്നും പഠിക്കണം. അമ്മയുടെ നാമം ജയ് ശ്രീ രാധേ രാധേ എന്ന നാമം മാത്രം മതി അമ്മയെ മുക്തി ലഭിക്കാൻ. ഇതുണ്ടോ വല്ല ആൾക്കാരും അറിയുന്നു? ഒരാളും അറിയുന്നില്ല. ശൃംഗാരാദി കലകൾക്കിടയിൽ ആണെങ്കിൽ പോലും ഭവതിയുടെ നാമം സ്മരിച്ചാൽ കരതലാമലകം തത്വചിന്താ വിശാർദ്ധരന്മാരായിരിക്കുന്ന സാഖ്യയോഗികൾ നിന്റെ പേര് പോലും മറന്ന് വേദവാക്യങ്ങളിൽ ആ വാക്യജാലങ്ങളിൽ മോഹിച്ചവശാകുന്നു. എന്നാൽ പരമതത്വം മനസ്സിലാക്കിയ പൂർവികർ അമ്മയെ സ്മരിക്കാതെയും അവിടുത്തെ ഭജിക്കാതെയും ഒരു നിമിഷം പോലും കഴിയുന്നില്ല. അതായത് ഒറ്റ കാര്യമേ ഉള്ളൂ, കുറേ സാഖ്യയോഗികൾ അവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല വേദങ്ങൾ അത് ഇതെല്ലാം മനഃപ്പാടമാക്കി അങ്ങനെ പോവാണ്. പല പല ഭജനകളും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് പോവാണ്. പക്ഷേ ദേവൂ ദീപക് കുഞ്ഞ, അപ്പം ഇതെല്ലാം മറന്നിട്ട് പൂർവികരെന്താ ചെയ്തതെന്നറിയോ? അമ്മേ, ഭഗവതി, ദേവി, ജ്ഞാനാംബികെ, ത്രയംബകെ, ഗൗരി, നാരായണി, ആ വേർഡ്, ആ ഒരു വാക്ക് നമ്മുടെ എല്ലാവരുടെയും പൂർവികരിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അമ്മയെ സ്തുതിച്ചവരാണ്. ഏത് വീടെടുത്ത് നോക്കിയാലും നമ്മുടെ പഴയ തറവാടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ദേവി ആരാധന, ദേവിക്കൊരു സ്ഥാനമില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല, എല്ലാ വീടുകളിലും ഉണ്ടാവും. അപ്പം ആ ഒരു ആരാധനയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. കാരണം നമ്മൾ ആരാധിക്കുന്നത് ശ്രീമതി രാധാറാണിയാണ്, ആ ജഗദംബികയാണ് നമ്മൾ ആരാധിക്കുന്നത്. അത് ഇന്ന് എല്ലാ ലോകവും മറന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വേറെന്തിൻ്റെയൊക്കെയോ പിന്നാലെ ഓടുകയാണ്. അപ്പം ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നു, പൂർവികര് അമ്മയെ സ്മരിക്കാതെ, അതായത് അമ്മയെ ഓർക്കാതെ, അമ്മയെ ഭജിക്കാതെ ഒരു നിമിഷം പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മേ നാരായണ എന്നവർ നീട്ടി വിളിക്കുമ്പോൾ അതിൽ അമ്മയും ഉണ്ട് നാരായണനും ഉണ്ട് അല്ലെ? അങ്ങനെ അവർ ജീവിച്ചിട്ടേ ഇല്ല. അമ്മയെ വിളിക്കാതെ അവർ ജീവിച്ചിട്ടേ ഇല്ല. അമ്മയെ വിളിച്ചുകൊണ്ട് തന്നെയാണ് അവർ ജീവിച്ചത്. കടക്കണ്ണിന്റെ ചെറു ചലനം മാത്രം മതി എന്ത് അമ്മയ്ക്ക് ഈ ഒരു വിശ്വം സൃഷ്ടിക്കാൻ. അമ്മയുടെ ഈ കണ്ണിന്റെ ഇങ്ങനെയുള്ളൊരു ചലനം മതി ഈ ലോകത്തെ അമ്മയ്ക്ക് സൃഷ്ടിക്കാൻ. അത് അമ്മ വെറും ഒരു വിനോദമായിട്ട്, ഒരു കളിയായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബ്രഹ്മദേവൻ പറയാണ്, ഒരു ചെറിയൊരു കളി രൂപത്തിലാണ് അമ്മ ആ വിശ്വം സൃഷ്ടിക്കുന്നത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ ജോലിക്കാരൻ മാത്രമാണ് അമ്മേ ഞാൻ. അമ്മ എന്ത് പറയുന്നോ അത് ചെയ്യുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ് ഞാൻ. മഹാവിഷ്ണുവിനെ മധുകൈടഭന്മാരിൽ നിന്ന് രക്ഷിച്ചതും അമ്മ തന്നെ. മഹാവിഷ്ണുവിനെ പോലും മധുകൈടഭന്മാരിൽ നിന്ന് രക്ഷിച്ചതും അമ്മ തന്നെയാണ്.
കൽപ്പകാലത്ത് മഹാദേവനെ പോലും സംഹരിച്ചതും അമ്മ തന്നെ. അങ്ങനെ സംഹരിക്കപ്പെട്ട ശിവനാണല്ലോ എൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നും വീണ്ടും ഉണ്ടായിരിക്കുന്നത് അമ്മേ. നിന്റെ ജന്മത്തെ പറ്റി ആർക്കും ഒന്നും അറിയില്ല അമ്മേ. ഒരു കാര്യവും നിന്റെ ജന്മത്തെക്കുറിച്ച് അറിയില്ല. അനാദ്യന്തയും ആദിപരാശക്തിയുമായ മഹാമായ അവിടുന്നാണെന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. അവിടുന്ന് കൂടെയില്ലെങ്കിൽ സൃഷ്ടിക്ക് ഞാനും, സ്ഥിതി പരിപാലനത്തിന് വിഷ്ണുവും, സംഹാരത്തിന് ശിവനും മടിക്കുന്നു. അവിടുത്തെ കൃപയുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ശ്രീമതി രാധാറാണിയുടെ കൃപയില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. നീ കൈവിട്ടാൽ ഞങ്ങൾ ത്രിമൂർത്തികൾ അശക്തരാണമ്മേ. അമ്മ കൈവിട്ടോ ഞങ്ങൾ ത്രിമൂർത്തികൾക്ക് ഒരു ശക്തിയും ഇല്ല. വാസ്തവത്തിൽ ഞങ്ങൾ മൂന്നാളും അല്ല, മറ്റാരെങ്കിലും ജനിക്കുന്നും മരിക്കുന്നുമുണ്ടോ അവിടുത്തെ ഈ വിളയാട്ടത്തിൽ ഭ്രമിക്കാത്തവരായി ആരുമില്ല. ഞങ്ങൾ 3 പേരല്ല അമ്മ ഇതിനൊന്നും ഉത്തരവാദികള്. ഞങ്ങൾ 3 പേരും അല്ല ഇതൊന്നും ചെയ്യുന്നത്. എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. അമ്മ അറിയാതെ, അമ്മ ചിന്തിക്കാതെ, അമ്മ മനസ്സിലാക്കാതെ, അമ്മയുടെ കാരുണ്യമില്ലാതെ ഇതൊന്നും ഉണ്ടാവുന്നില്ല. ഇതിനെല്ലാത്തിനും കാരണം അമ്മ തന്നെയാണ്. ജയ് ഗുരുദേവ്. എല്ലാത്തിനും അടിസ്ഥാനം അമ്മ തന്നെയാണ്. നിർഗുണ നിരാകാരനും ഉപാധിരഹിതനുമായിരിക്കുന്ന പരമപുരുഷൻ നിന്റെ ലീലകൾ കണ്ടു രസിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. പരമപുരുഷൻ ഇതെല്ലാം കണ്ട് രസിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ദൃശ്യാദൃശ്യ ലോകങ്ങളിൽ നിനക്കും മുൻപുള്ളത് പരമപുരുഷൻ. ഇനി മൂന്നാമത് മറ്റൊരാളില്ല എന്ന് നിശ്ചയം. ഒന്നേയുള്ളൂ, രണ്ടില്ല എന്ന ഏകമേവാദ്വിതീയം വേദവചനത്തെ ചോദ്യം ചെയ്യാൻ പാടില്ലെങ്കിലും എന്നിലൊരു സംശയം ഉണ്ടായിരിക്കുന്നു അമ്മേ. ബ്രഹ്മദേവൻ പറയാണ്, വേദങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല, എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു സംശയമുണ്ട്. രണ്ടുണ്ടോ ഇല്ലേ? അമ്മയെ നേരിട്ട് കാണാൻ ഇപ്പൊ സാധിച്ചത് കൊണ്ട് ആ മുഖത്ത് നിന്നും എനിക്ക് ഈ സംശയം തീർക്കണം അമ്മേ. അമ്മ പുരുഷനാണോ സ്ത്രീയാണോ? അമ്മയുടെ ശക്തി സ്വരൂപത്തിന്റെ സ്വത്വം എന്തെന്ന് തിരിച്ചറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയാം. അത് അമ്മ എനിക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. ശ്രീമദ് ദേവി ഭാഗവതത്തിൽ 3-ാം അധ്യായത്തിൽ 6-ാമത്തെ സ്കന്ധം, അധ്യായം ബ്രഹ്മാദ്യുപദേശം. ഇതി പൃഷ്ടാമായാ ദേവി വിനയാവനേധേനേച വാചവചനം ശിക്ഷണാമാധ്യ ഭഗവതീ ഹി സ്വാ സഥൈകത്വം ന ഭേദോസ്തി സർവദൈവാ മമാസ്യാച യോസ്യൗ സമാമകം യോസൗ ഭേദോസ്തിതി മതി വിഭ്രമാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് പറയുന്നു, ഞാൻ ഇങ്ങനെ വിനയത്തോടുകൂടി ചോദിച്ചതിന് ഉത്തരമായിട്ട് ദേവി അതിമൃദുലവാണിയിൽ, അതായത് വളരെ മൃദുലമായിട്ട് ദേവി ഒരു ഉത്തരം കൊടുത്തു. എന്താണെന്നറിയാമോ? ദേവി പറയാണ്, വാസ്തവത്തിൽ എല്ലാം ഒന്നേയുള്ളൂ, ഞാനും പുരുഷനും ഒരു വ്യത്യാസവും ഇല്ല. അതായത് ദേവിയും ശ്രീമതി രാധാറാണിയും കൃഷ്ണനും ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ അവനും അവൻ ഞാനുമാകുന്നു. ശ്രീമതി രാധാറാണിക്ക് ജയ്. ദേവി പറയാണ്, ഞാൻ അവനും അവൻ ഞാനുമാകുന്നു. ഞങ്ങൾ തമ്മിലുണ്ടെന്ന് കരുതപ്പെടുന്ന വ്യത്യാസത്തിന്റെ മൂലം കണ്ടെത്തിയവൻ ബുദ്ധിമാനും മുക്തനുമാകുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്നതിൻ്റെ മൂല കാരണം കണ്ടെത്തിയ വ്യക്തി ബുദ്ധിമാനുമാണ്, മുക്തനുമാണ്. നിത്യവും സനാതനമായിരിക്കുന്നത് ബ്രഹ്മം മാത്രമാണ്. നിത്യവും നിലനിൽക്കുന്നത് ബ്രഹ്മം മാത്രമാണ്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ 2 ഉണ്ടാവുന്നുണ്ട്. സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് 2 ഉണ്ടാവുന്നുണ്ട്. കണ്ണാടിയിൽ ദീപത്തിന്റെ പ്രതിഫലനം, അതായത് കണ്ണാടിയിൽ ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ചു വെച്ചാൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ, പ്രതിഫലനം ഉണ്ടാവുന്നത് പോലെ ദ്വൈതം സൃഷ്ടിയിൽ കാണാനാവുന്നു. 2 എണ്ണമായിട്ട് സൃഷ്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഭേദഭാവം സർഗകാലത്ത് മാത്രമുള്ളതാണ്. തീർച്ചയായിട്ടും മനസ്സിലാവും.
ബിന്ദുമ്മേ, നിങ്ങൾ അവിടെ പോയിരുന്ന് ഉറങ്ങുവാന്നോ? ഇവിടെ ഇരിക്കൂ കേട്ടാ. ഇവിടെ എണ്ണയാവുന്നു, നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട്. ഇതാ ദൃശ്യാദൃശ്യ ഭേദങ്ങൾ അപ്പോൾ ഉണ്ടായതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? ദൃശ്യങ്ങളും അദൃശ്യങ്ങളും, അതായത് വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് ആ സമയത്ത് അനുഭവപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല. സൃഷ്ടിയുടെ തലത്തിലല്ലെങ്കിൽ ഞാൻ ആണോ പെണ്ണോ നപുംസകമോ ഒന്നുമല്ല. ആണോ അല്ല, പെണ്ണും അല്ല, നപുംസകവും അല്ല. സൃഷ്ടിയാരംഭത്തിലെ, അതായത് സൃഷ്ടി തുടങ്ങുന്ന സമയത്തിലെ ഈ ഒരു വ്യത്യാസം കേവലം ഭാവന മാത്രമാണ്, ഒരു ഇമാജിനേഷൻ മാത്രമാണിത്, അല്ലാതെ മറ്റൊന്നുമല്ല. ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ നപുംസകമാണോ, ഇതൊക്കെ ഒരു ചിന്ത മാത്രമാണ്, അല്ലാതെ ഇതൊന്നും ശരിയല്ല. ഞാൻ തന്നെയാണ് ബുദ്ധി, ശ്രീ, കാന്തി, ധൃതി, കീർത്തി, മേധ, ദയ, ലജ്ജ, തൃഷ്ണ, ക്ഷമ, ജര, യൗവനം, ശക്തി, അശക്തി, നിദ്ര, ആലസ്യം, എല്ലാ വിശേഷണങ്ങളും ഞാൻ തന്നെ. മാംസം, മജ്ജ, ത്വക്ക്, സത്യാസത്യങ്ങൾ, പര, പശ്വന്തി, മധ്യമ തുടങ്ങി വാഗ്ഭേദങ്ങൾ, നാഡി സമൂഹങ്ങൾ എല്ലാം ഞാനാണ്, ദേവി പറയുന്നു. അല്ലെങ്കിൽ എൻ്റെ രൂപഭാവങ്ങളാകുന്നു. ഞാനല്ലാതെ ഈ സംസാരത്തിൽ ഒന്നുമില്ല. ഞാൻ ഉണ്ടെങ്കിലേ ഈ സംസാരമുള്ളൂ, ഞാനില്ലാതെ ഒന്നുമില്ല. ഈ സൃഷ്ടിയിൽ സർവവ്യാപിനിയായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ ഒരു ലോകത്ത് സർവവ്യാപിയായി നിലകൊള്ളുന്നതും ഞാൻ തന്നെയാണ്. എല്ലാ ദേവന്മാരിലും നാമരൂപങ്ങൾ കൈക്കൊണ്ട് അവർക്ക് ശക്തിയായി വിളങ്ങുന്നതും ഞാൻ തന്നെ. നിങ്ങൾ ഏത് ദേവി ദേവന്മാരെടുത്താലും എല്ലാ ദേവി ദേവന്മാരിലും നാമരൂപങ്ങൾ കൊണ്ട് ശക്തിയായിട്ട് വിളങ്ങുന്നതും ഞാൻ തന്നെയാണ്. ഗൗരി, ബ്രഹ്മി, രൗദ്രി, വരാഹി, ശിവം, വൈഷ്ണവി, കൗബരി, വാരുണി, ഐന്ദ്രി, നാരസിംഹി, ഈ പേരുകളിലെല്ലാം ഞാൻ അറിയപ്പെടുന്നുണ്ട്. ഏത് നാമങ്ങൾ എടുത്താലും ശരി, ആ നാമങ്ങളിലെല്ലാം ഞാൻ അറിയപ്പെടുന്നുണ്ട്. ഓരോരോ വസ്തുക്കളും സൃഷ്ടിച്ചിട്ട് ഞാൻ അതിൽ കയറി വാഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരുഷൻ അതിനു നിമിത്തമാകുന്നു. ഓരോ സൃഷ്ടി നടക്കുമ്പോഴും ഞാൻ അതിൽ കയറി ജീവിക്കുന്നു, അതിന് പുരുഷനൊരു നിമിത്തമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജലത്തിൽ തണുപ്പ്, സൂര്യനിൽ ജ്യോതിസ്, അഗ്നിയിൽ ചൂട്, ചന്ദ്രനിൽ മഞ്ഞ് എന്നിങ്ങനെ എല്ലാ വസ്തുക്കളുടെ സത്വവും ഞാൻ തന്നെയാണ്. എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനം ഞാൻ തന്നെയാണ്. ജീവജാലങ്ങൾക്ക് ഒന്ന് ഇളകണമെങ്കിൽ പോലും ഞാൻ അതിനുള്ള ശക്തി കൊടുക്കണം, അല്ലാതെ ജീവജാലങ്ങൾക്ക് പോലും ഒന്ന് ഇളകാൻ പോലും കഴിയില്ല. ശക്തി എന്ന നാമം പോലും എന്നെ കുറിച്ചുള്ളതാണ്. ദുർബലനെ ശക്തിയില്ലാത്തവൻ എന്നാണ് വിളിക്കുക. അവനൊരു രുദ്രഹീനൻ അല്ലെങ്കിൽ വിഷ്ണുഹീനൻ എന്ന് ആരും വിളിക്കില്ല. ശക്തിയാണ് ഞാൻ. ശക്തിയില്ലാത്തവനെ ശക്തിഹീനൻ എന്നാണ് വിളിക്കുക, അല്ലാതെ വിഷ്ണുഹീനെന്നോ രുദ്രഹീനെന്നോ ഒന്നും വിളിക്കില്ല. ആ ശക്തിയാണ് ഞാൻ. ശക്തി ഇല്ലെങ്കിൽ പിന്നെ ശക്തിഹീനനാണ്, ശക്തി ഇല്ലാത്തവനാണ്. അത് മനസ്സിലാക്കണം. അവിടെ ശക്തിക്കാണ് ഇമ്പോർട്ടൻസ്, അല്ലാതെ വിഷ്ണുവിനോ രുദ്രനോ ഒന്നും അല്ല. പതിതനെയും ഭീതനെയും ശാന്തനെയും എല്ലാം ശക്തിയില്ലാത്തവൻ എന്നാണ് വിളിക്കുക. അങ്ങേക്ക് സൃഷ്ടി ചെയ്യാനുള്ള ശക്തിയും ഞാൻ തന്നെയാണ് നൽകുന്നത്, ബ്രഹ്മദേവനോട് പറയാണ്. അതുപോലെ തന്നെയാണ് വിഷ്ണു, ഇന്ദ്രൻ, അഗ്നി, യമൻ, ത്വഷ്ടാവ്, അങ്ങനെയുള്ള ദേവന്മാരുടെ കാര്യവും അങ്ങനെ തന്നെ. ഭൂമി ദേവി ദരിദ്രിയാണ്, എന്നാൽ ധരിക്കാൻ അവൾക്ക് ശക്തി വേണം. ഭൂമി ദേവി ദരിദ്രിയാണ്, ആ ദരിദ്രിക്ക് ധരിക്കാൻ ശക്തി വേണം. മനസ്സിലായില്ലേ? ആ ശക്തിയും ഞാൻ തന്നെയാണ്. ജലം കുടിച്ചു വറ്റിക്കാനും ആദിത്യനെ സംഹരിക്കാനും കാറ്റിനെ തടയാനും യഥേഷ്ടം പ്രവർത്തിക്കാനും എല്ലാത്തിനും ഞാൻ വേണം. ഞാനില്ലെങ്കിൽ അഗ്നിയില്ല, കാറ്റുമില്ല, ജലവും ഇല്ല, ഒന്നുമില്ല. ഞാനുണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളൂ. ഭൂമി മുതലായവയെ അസത്ത് അല്ലെങ്കിൽ ജഡം എന്ന് കരുതുന്നത് തെറ്റാണ്. ഭൂമി ഒരിക്കലും ജഡമായിട്ട് കരുതരുത്. അവയ്ക്ക് വൈകാരികമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ വാസ്തവത്തിൽ അവയ്ക്ക് പൂർണ്ണ നാശമുണ്ടാവില്ല.
വൈകാരികമായിട്ട് ചിലപ്പോൾ അതിനെ ഞാൻ മാറ്റം സംഭവിപ്പിക്കും, പ്രളയത്തിലെല്ലാം മുക്കിക്കളയും, പക്ഷെ നാശമില്ല അതിനൊന്നും. മണ്ണ് കുഴിച്ചുണ്ടാകുന്ന കുടത്തിൽ പ്രാഗഭാവവും അതുടഞ്ഞ കഷ്ണത്തിൽ വിധ്വംസഭാവവും ഉണ്ട്. അതായത് കുടത്തിനുള്ളത് ഭാവമാറ്റം മാത്രമാണ്. കുടത്തിന്റെ ഭാവം മാറും, അതിന് പൂർണ്ണ നാശം സംഭവിക്കുന്നില്ല. മണ്ണ് കുഴച്ചു കഴിഞ്ഞാൽ ഒരു കുടമായി, ആ കുടത്തിന് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് മണ്ണായി, അല്ലാതെ അത് നശിച്ചു പോകുന്നില്ല. ഭാവമാറ്റം മാത്രമേ അതിന് സംഭവിക്കുന്നുള്ളൂ. ഇപ്പൊ ഭൂമിയെ കാണുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ മനസ്സിലാക്കാം അത് പരമാണു രൂപത്തിലേക്ക് ഉൾവലിഞ്ഞിരിക്കുന്നു എന്ന്. ബ്രഹ്മദേവനോട് പറയുന്നു, ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഭൂമിയെ കാണുന്നില്ല, അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഭൂമി നശിച്ചു പോയെന്ന് ചിന്തിക്കും. പക്ഷെ അല്ല, അത് പരമാണു രൂപത്തിൽ, വളരെ ചെറിയ രൂപത്തിൽ ഉൾവലിഞ്ഞു നിൽക്കുകയാണ് ആ ഭൂമി. മനസ്സിലായില്ലേ? ആ ദേവീ പ്രാർത്ഥന മതി നമുക്ക് കൃഷ്ണാനുഗ്രഹം കിട്ടാൻ. ആ ശ്രീമതി രാധാറാണിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജയ് ശ്രീ രാധേ രാധേ എന്നുള്ളൊരു വേർഡിൽ കൃഷ്ണൻ പോലും വരും. ഹരേ എന്ന നാമം എന്ന് പറയുന്നത് രാധാറാണിയെ കുറിച്ചാണ്. പിന്നെയാണ് കൃഷ്ണ എന്ന നാമം വരുന്നത്. ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ആർക്കുണ്ടോ, കൃഷ്ണന്റെ അനുഗ്രഹം പിന്നെ ചിന്തിക്കേ വേണ്ട, അദ്ദേഹം ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെ ഉണ്ടാവും. ശാശ്വതം, ക്ഷണികം, ശൂന്യം, നിത്യം, അനിത്യം, കർത്തൃത്വം, അഹങ്കാര, ഗ്രിമത്വം, അങ്ങനെയുള്ള 7 ഭേദങ്ങളുണ്ട്. മഹത്വത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് സൃഷ്ടിയുടെ ആരംഭം ഉണ്ടാകുന്നത്. നമ്മുടെ അഹങ്കാരമല്ല കേട്ടോ, ആരംഭം ഉണ്ടാവുന്നത്. ബ്രഹ്മാവേ, ഞാൻ മുമ്പത്തെ പോലെ തന്നെ സൃഷ്ടി ആരംഭിക്കാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് സൃഷ്ടി ആരംഭിക്കൂ. നിങ്ങൾ 3 പേരും നിങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോകൂ. സ്വന്തം വീടുകളിൽ വസിച്ച് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യൂ. ബ്രഹ്മാവേ, മഹാസരസ്വതി എന്ന നാമമുള്ള സദാ പ്രസന്നവതിയായിരിക്കുന്ന ഈ ശക്തിശാലിനിയെ, രജോ ഗുണ പ്രധാനിയായിരിക്കുന്ന ഈ വനിതയെ നീ വിവാഹം ചെയ്യൂ. സരസ്വതിയെ, വെള്ളപ്പട്ടും ദിവ്യാഭരണങ്ങളും ചാർത്തി ഉത്തമയായിരിക്കുന്ന ഈ ദേവിയെ നീ നിന്റെ ഭാര്യയാക്കി വെക്കൂ. നിന്റെ വിഭൂതിയായിരിക്കുന്ന ഇവളെ ഒരിക്കലും നീ അവഗണിക്കാൻ പാടില്ല. അവളുമായി ജീവിച്ച് നീ സുഖമായി ജീവിച്ച് മുന്നോട്ട് പോകൂ. 4 തരത്തിലുള്ള ജീവജാലങ്ങളെ നീ നിന്റെ ബീജത്തിൽ നിന്നും സൃഷ്ടിക്കണം. ജീവജാലങ്ങളെ നീ നിന്റെ ബീജത്തിൽ നിന്നും സൃഷ്ടിക്കണം. ബീജം എന്നത് മഹത്വത്വം തന്നെയാണ്. ബീജം എന്നത് മഹത്വത്വം തന്നെയാണ്. ഇത് ഈ മഹത്വത്വത്തെ കുറിച്ചൊക്കെ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കഴിയുമ്പോൾ നമ്മൾ ശ്രീമദ് ഭാഗവതം മാത്രം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതിൽ മുൻപത്തെ ലോകചക്രത്തിൽ നിന്നുള്ള ജീവന്റെ സൂക്ഷ്മമായിരിക്കുന്ന അംശങ്ങൾ നിലകൊള്ളുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം മഹത്തത്വം എന്ന് പറയുന്നത് ബീജമാണ്. അതില് ഈ ലോകത്തെ നശിപ്പിക്കുന്നതിന് മുൻപുള്ള എല്ലാ ജീവന്റെ സൂക്ഷ്മങ്ങളും അംശങ്ങളായിട്ട്, സൂക്ഷ്മമായിരിക്കുന്ന അംശങ്ങളായിട്ട് നിലകൊള്ളുന്നുണ്ട് മഹത്തത്വത്തിൽ. അതിൽ നിന്നാണ് വീണ്ടും ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നത്. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. അവയെ കാലകർമ്മ സ്വഭാവ വൈജാത്യങ്ങളോടെ വെവ്വേറെയാക്കി സൃഷ്ടിജാലങ്ങളായി പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ് നിന്റെ ധർമ്മം. കാലചക്രങ്ങൾക്കനുസരിച്ച് വീണ്ടും അവയെ ആ മഹത്വത്വത്തിൽ നിന്ന് സൂക്ഷ്മ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു അംശങ്ങളെയെല്ലാം, ബീജാംശങ്ങളെയെല്ലാം വീണ്ടും കാലചക്രത്തിനനുസരിച്ച് നീ സൃഷ്ടിക്കുക, പുനർസൃഷ്ടിക്കുക എന്നുള്ളതാണ് ബ്രഹ്മാവേ നിന്റെ ജോലി. ദേവി പറയുന്നു, സത്വഗുണപ്രധാനിയായിരിക്കുന്ന വിഷ്ണുവിനെ നീ എന്നും പൂജിച്ച് ബഹുമാനിക്കണം. ദേവി ബ്രഹ്മദേവനോട് പറയാണ്, സത്വഗുണത്തിലിരിക്കുന്ന വിഷ്ണുവിനെ നീ എന്നും പൂജിച്ച് ബഹുമാനിക്കണം. സകലർക്കും ബഹുമാനിക്കാൻ യോഗ്യനാണ് വിഷ്ണു. എല്ലാവർക്കും ബഹുമാനിക്കാൻ യോഗ്യനാണ് വിഷ്ണു. കാരണം നിങ്ങൾക്ക് എപ്പോൾ ജീവിതം കഷ്ടപ്പാടായി മാറുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് രക്ഷകനായി ജഗത്തിൽ അവതരിക്കുന്നത് വിഷ്ണുവാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമായി മാറുന്നത് ആ സമയം ഈ ജഗത്തിൽ അവതരിക്കുന്നത് വിഷ്ണുവാണ്. വിഷ്ണു ചിലപ്പോൾ മൃഗമായി വരുന്നു, മനുഷ്യനായി ജന്മമെടുക്കുന്നു. രാക്ഷസ വൃന്ദത്തെ മുച്ചൂടും, അതായത് ആ രാക്ഷസ വൃന്ദത്തിന്റെ അടിവേര് പോലും ഇല്ലായ്മ ചെയ്യുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ വിഷ്ണുവാണ്. ബ്രഹ്മദേവ, മഹാദേവനായിരിക്കുന്ന ഹരൻ നിനക്ക് എപ്പോഴും ഒരു തുണയായിട്ടുണ്ടാവും. മഹാദേവനായിരിക്കുന്ന ഹരൻ നിനക്ക് എപ്പോഴും തുണയായിട്ടുണ്ടാവും.
നീ ദേവന്മാരെയും മറ്റ് ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ചിങ്ങനെ നീ സുഖമായി ജീവിക്കൂ. ബ്രഹ്മണ, ക്ഷത്രിയ, വൈശ്യശൂദ്രന്മാർ പല വിധത്തിലുള്ള കർമ്മങ്ങളും യജ്ഞങ്ങളും യഥാവിധി നടത്തി നിങ്ങളെ 3 പേരെയും പൂജിക്കും. എല്ലാവരും നിങ്ങളെ 3 പേരെയും പൂജിക്കും. ദേവി പറയണം, യാഗാദി വേദികളിലെല്ലാം എൻ്റെ നാമം മുഴങ്ങുമ്പോ, എവിടെയൊക്കെ എൻ്റെ നാമം മുഴങ്ങുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കും. തമോ ഗുണപ്രധാനിയായിരിക്കുന്ന മഹാദേവൻ, തമോ ഗുണത്തിൽ പ്രധാനിയായിരിക്കുന്ന മഹാദേവൻ എന്ന പരമശിവൻ എന്നുമെന്നും എൻ്റെ പൂജയ്ക്ക് അർഹനാണ്. എപ്പോഴും എൻ്റെ പൂജയ്ക്ക് അർഹനാണ് മഹാദേവൻ. ദേവന്മാർക്ക് അസുരന്മാരിൽ നിന്ന് ഭയം ഉണ്ടാവുമ്പോൾ എൻ്റെ ശക്തി പ്രതിഭകൾ ഉടലെടുത്ത് അവർക്ക് അഭയം നൽകുന്നുണ്ട്. എൻ്റെ ശക്തി അങ്ങ് ഉടലെടുത്തിട്ട് എപ്പോഴും അഭയം നൽകുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്ന ശ്രീ ഭദ്രകാളി ദേവിയും രക്തേശ്വരിയും ഭുവനേശ്വരിയും ഒക്കെ. അമ്മ ഭഗവതി പറയാണ്, എപ്പോഴൊക്കെയാണോ ദേവന്മാർക്ക് എന്താ പറയാ അസുരന്മാരിൽ നിന്നൊരു പ്രശ്നമുണ്ടാവുന്നത് അപ്പോഴൊക്കെ എൻ്റെ ശക്തി പ്രഭാവങ്ങൾ ഉടലെടുക്കുന്ന പറയുന്നത്. അവർക്ക് അഭയം നൽകും. വരാഹിയായിട്ടും വൈഷ്ണവിയായും ശൈവിയായും നാരസിംഹയായും ഗൗരിയായും സദാശിവയായും ചാമുണ്ടിയായും ബഹുളാമുഖിയായും ദുർഗയായും ശാകംബരിയായും പാർവതിയായും കാളിയായും പുതിയ 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 രൂപഭാവങ്ങളിൽ ഉചിതമായ വേളകളിൽ ഞാൻ സ്വയം നിലകൊള്ളുന്നു. ഏതൊക്കെ ഭാവങ്ങളിൽ ഞാൻ വരണമോ ഉചിതമായ ഭാവങ്ങളിൽ ഞാൻ നിലകൊള്ളുന്നു. താമരയിൽ നിന്നും ജനിച്ച നീ സൃഷ്ടി ആരംഭിക്കൂ. ഈ നവാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് നിന്റെ നിയത കർമ്മങ്ങളൊക്കെ നീ അനുഷ്ഠിക്കൂ. ഈ മന്ത്രം സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതും മറ്റു മന്ത്രങ്ങളെക്കാൾ ഉത്കൃഷ്ടവുമാണ്. എന്നോട് ഇത്രയും പറഞ്ഞിട്ട് ദേവി വിഷ്ണുവിനോട് പറയാണ്, ലക്ഷ്മി ദേവിയായിരിക്കുന്ന ഈ വിശ്വസുന്ദരിയെ നീ സഹധർമ്മിണിയാക്കൂ. നിന്റെ മാറിടത്തെ സദാ അലങ്കരിക്കുന്ന വക്ഷസ്ഥാനത്ത് കുടികൊള്ളുന്ന ശക്തി സ്വരൂപിണിയും സർവദാർത്ഥ പ്രദായിനിയുമായിരിക്കുന്ന ഈ ദേവിയെ നിനക്ക് ഉല്ലസിച്ചു രസിക്കാനായി നിനക്ക് കൂട്ടിനായി ഞാൻ സൃഷ്ടിച്ചതാണ്. ഒരിക്കലും നീ ഇവളെ അപമാനിക്കരുത്. ലക്ഷ്മി നാരായണ എന്ന ഈ സംയോഗ ഭാവം എന്റെ സങ്കല്പമാണ്. ദേവി പറയാണ്, ലക്ഷ്മി നാരായണം എന്ന ഈ സംയോഗ ഭാവം അതെന്റെ സങ്കല്പമാണ്. ദേവസംരക്ഷണത്തിനായി ഞാൻ എല്ലാ യജ്ഞങ്ങളെയും സങ്കല്പിച്ചു. നിങ്ങൾ 3 പേരും എപ്പോഴും ഒത്തൊരുമയോടുകൂടി യജ്ഞങ്ങളെ എപ്പോഴും നിങ്ങൾ സാർത്ഥങ്ങളാക്കണം. എന്റെ ഗുണങ്ങൾ മൂർത്തീകരിച്ച നിങ്ങൾ 3 പേരെയും എല്ലാവരും പൂജിക്കും. സകലരാലും നിങ്ങൾ ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ 3 പേരും എന്താ പറയാ ബഹുമാനിക്കപ്പെടും. നിങ്ങൾ തമ്മിൽ ഭേദം കാണുന്നവർ മൂഢരാണ്. ത്രിമൂർത്തികളെ വ്യത്യസ്തമായി കാണുന്നവർ മൂഢരാണ്. അത്രയ്ക്ക് ദുർഗതിയാണ് വിധിച്ചിട്ടുള്ളത്. ശിവൻ തന്നെ വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ. അവർ തമ്മിൽ ഭേദം കണ്ടെത്തുന്നവർക്ക് നരകമാണ് ഫലം. ബ്രഹ്മാവും അവർക്ക് തുല്യൻ തന്നെ. മൂവരും ഒരു വ്യത്യാസവും ഇല്ല. വിഷ്ണുവായ നിന്നിൽ സത്വഗുണം അധികരിച്ചുണ്ടാവും. എന്നാൽ ലക്ഷ്മിയുമായി രമിക്കുമ്പോഴും സ്തോപം വരുമ്പോഴും രജഗുണമായിരിക്കും നിന്നിൽ അങ്കുരിക്കുക. ഐം ക്ലീം ഹ്രീം തുടങ്ങിയ ബീജങ്ങളോടുകൂടിയ പുരുഷാർത്ഥപ്രദമായിരിക്കുന്ന മന്ത്രം ഞാൻ അങ്ങേക്ക് നൽകുന്നു. അതിനെ സദാ ധ്യാനിച്ചുകൊണ്ട് മൃത്യുഭീതിയില്ലാതെ സസുഖം വാഴ്ന്നോളൂ. ഒന്നും കുഴപ്പമില്ല. എന്റെ മഹാലീല ഞാൻ തുടരുന്ന കാലത്തോളം നിങ്ങൾ 3 പേരും സുഖമായിരിക്കും. ഞാൻ ഈ ലീലയെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. പ്രണവത്തോടുകൂടി ചേർത്ത് ഈ മന്ത്രത്തെ ജപിക്കുക. വൈകുണ്ഠം എന്നൊരിടം നിർമ്മിച്ച് സദാ സുഖമായി നിങ്ങൾ ജീവിക്കും. അപ്പൊ ബ്രഹ്മാവ് പറയാണ്, നിർഗുണയായ ദേവി ത്രിഗുണങ്ങൾക്കും കാരണമാണല്ലോ. നിർഗുണയായ ദേവി ത്രിഗുണങ്ങൾക്ക് കാരണമാണ്. ആ ദേവി മഹേശ്വരനോട് അമൃതമധുര ഭാവത്തിൽ പറയാണ്,
മനോഹരഗാത്രിയായിരിക്കുന്ന ഈ കാളിയെ ഭവാൻ സ്വീകരിച്ചാലും? എന്താണ്? മനോഹരഗാത്രിയായിരിക്കുന്ന ഈ കാളിയെ മഹാദേവ സ്വീകരിച്ചാലും? നിന്നിൽ താമസാകട്ടെ പ്രധാനപ്പെട്ട ഗുണം, തമോ ഗുണമാവട്ടെ നിന്നിലെ പ്രധാനപ്പെട്ട ഗുണം. സത്വരജോ ഗുണങ്ങൾ പ്രബലമല്ലാതായിരിക്കട്ടെ. രജസും തമസും അസുരന്മാരെ എതിരിടാൻ നിനക്ക് രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും സാധിക്കും. എന്നാൽ ധ്യാനത്തിനും പരമതത്വം മനസ്സിലാക്കാനും ഭവാൻ സത്വഗുണത്തെ തന്നെ കൈക്കൊള്ളണം. നിങ്ങൾ 3 പേരും ചേർന്ന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭംഗിയായി നിർവഹിച്ചോളൂ. ഏതൊരു വസ്തുവിലും ഈ 3 ഗുണങ്ങൾ വിവിധ തോതിൽ ഉണ്ടാവും. ഏത് വസ്തു നിങ്ങൾ എടുത്താലും ശരി, ഈ 3 ഗുണങ്ങളും വ്യത്യസ്തമായ തോതിൽ ഉണ്ടാവും. ദൃശ്യമായ വസ്തുക്കളെല്ലാം ഗുണപ്രസക്തമാണ്. കാണാൻ പറ്റുന്നതെല്ലാത്തിലും ഗുണങ്ങളുണ്ട്. നിർഗുണമായത് പരമതത്വം മാത്രമാണ്. ഗുണമില്ലാത്തത് പരമതത്വം മാത്രമാണ്. അതെങ്ങനെ കാണാൻ പറ്റും? പരമതത്വം സൃഷ്ടിയുടെ അദൃശ്യതയിൽ ആദ്യ ദശയിൽ ഞാൻ സഗുണയാണ്, ഗുണമില്ലാത്തവളാണ്. ഞാൻ നിർഗുണയുമാകുന്നു സമാധിയിൽ. പരമശിവ, ഞാൻ എപ്പോഴും എല്ലാത്തിനും കാരണമാണ്. കാര്യമല്ല, കാരണമാണ് ഞാൻ. കാരണം എന്നടുക്കുമ്പോൾ ഞാൻ സഗുണയാകുന്നു. ഞാൻ ഒരു ജന്മം നൽകുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ സഗുണയാകുന്നു. പരമാത്മാവിൽ ഞാൻ നിർഗുണയാണ്. മഹത്തത്വം, അഹങ്കാരം, ശബ്ദാദി ഗുണങ്ങൾ എന്നിങ്ങനെ കാര്യകാരണ രൂപത്തിൽ അവിരാമമായി തുടരുന്ന സത്താണ് അഹങ്കാരത്തിന് കാരണമായിരിക്കുന്നത്. ആ സത്തെന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ അഹങ്കാരം എന്ന കാര്യത്തിന്റെ കാരണം ഞാൻ തന്നെയാണ്. അത് ത്രിഗുണങ്ങളെ അധികരിച്ചാണ് ഇരിക്കുന്നത്. അഹങ്കാരത്തിൽ നിന്നും ഉദിച്ച മഹത്തത്വമാണ് ബുദ്ധി. അഹങ്കാരത്തിൽ നിന്നും വന്ന മഹത്തത്വമാണ് ബുദ്ധി. അതായത് ബുദ്ധി കാര്യവും അഹങ്കാരം കാരണവുമാവുന്നു. ഒരു കാര്യം ഉണ്ടായാലാണ് അഹങ്കാരം ഉണ്ടാവല്ലേ. ബുദ്ധി ഒരു കാര്യമാവുന്നു, അഹങ്കാരം ഒരു കാരണമാവുന്നു. അഹങ്കാരത്തിൽ നിന്നും തന്മാത്രകൾ ഉണ്ടാവുന്നു. പഞ്ചഭൂതങ്ങൾക്ക് കാരണമാകുന്നത് ഈ തന്മാത്രകളാണ്. ഇവയിൽ നിന്നാണ് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടാവുക. ഈ തന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നീ 15 കൂടെ മനസ്സും ചേർന്ന 16 കലകളാണ് കാര്യകാരണ രൂപത്തിൽ വർത്തിക്കുന്ന ഗുണങ്ങൾ. ഈ 16 കലകൾ കൊണ്ടാണ് സൃഷ്ടി സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ആദി സൃഷ്ടിയുടെ ക്രമവികാസം. ഞാൻ സൃഷ്ടിയുടെ ഉദ്ഭവം എങ്ങനെയെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു തന്നല്ലോ. ദേവി പറയാണേ, ആപത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ജഗദംബികയായിരിക്കുന്ന എന്നെ സ്മരിക്കാം. എന്തും സംഭവിച്ചോട്ടെ, ആപത്ത് വരുന്നുണ്ടോ, ജഗദംബികയായിരിക്കുന്ന എന്നെ നിങ്ങൾ സ്മരിച്ചാൽ മതി. അപ്പോഴെല്ലാം ഞാൻ ഉടനെ വന്ന് നിങ്ങളുടെ ദുഃഖത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരും. എന്തോ ഒരു ബിന്ദമ്മ, ഞാൻ ക്ലാസ്സിലാണെന്ന് പറയും. ഒരു മിനിറ്റ് വലിക്കല്ലേ, ഫോൺ വലിക്കരുത്. അല്ല, നമ്മൾ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യണം. അതായത് ബുദ്ധി എന്ന് പറഞ്ഞാൽ കാര്യം, അഹങ്കാരം എന്ന് പറഞ്ഞാൽ കാരണം. ഈ അഹങ്കാരത്തിൽ നിന്നാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. പഞ്ചഭൂതങ്ങൾക്ക് കാരണമാകുന്നത് ഈ തന്മാത്രകളാണ്. മനസ്സിലായില്ലേ? ഇതിൽ നിന്നാണ് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇങ്ങനെ ഇതിന്റെ കൂടെ മനസ്സും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? 16 കലകൾ കൂടി ചേരുമ്പോഴാണ് ആദ്യത്തെ സൃഷ്ടി ഉണ്ടാവുന്നത്. ബുദ്ധി ആദ്യം ഉണ്ടാവുന്നത് എന്താണ്? അഹങ്കാരത്തിൽ നിന്നും ഉദിച്ച മഹത്തത്വമാണ് ബുദ്ധി. എങ്ങനെ പറഞ്ഞുതരും? ദേവി ആദ്യം ചെയ്യുന്നത് മഹത്തത്വം, അതായത് പ്രീവിയസ് കാലങ്ങളിൽ ഉണ്ടായിരുന്നതെല്ലാം പ്രളയത്താൽ നശിപ്പിച്ചിട്ട് എല്ലാം ഒരു സൂക്ഷ്മ രൂപത്തിൽ, മഹത്തത്വത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ബുദ്ധിയിലൂടെ അഹങ്കാരവും, അഹങ്കാരത്തിൽ നിന്ന് തന്മാത്രകളും, തന്മാത്രകളിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും,
അതിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ച് ഇതിലേക്ക് മനസ്സും കൊടുത്ത് 16 കലകളും ചേർത്ത് കഴിഞ്ഞാൽ സൃഷ്ടിയായി. മനസ്സിലായോ? ഒരു മനുഷ്യൻ ജനിച്ചിട്ട് കൈയും കാലും കണ്ണും മൂക്കും നാക്കും ചെവിയും തൊക്കും എല്ലാം ഉണ്ടായി. ബുദ്ധിയില്ലെങ്കിൽ എന്തിനു പറ്റും? അവൻ അവന്റെ വിസർജ്യം തന്നെ തിന്നുന്ന അവസ്ഥയിലോട്ടാണ് ആ കുട്ടി ജനിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനു പറ്റും? ഒന്നിനും പറ്റില്ല. അപ്പൊ എല്ലാത്തിന്റെയും ആധാരം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിയാണ്. ഈ ബുദ്ധി മഹത് തത്വത്തിൽ ഇരിക്കുകയാണ്. അതിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ധിക്കാരമല്ല അഹങ്കാരം എന്ന് പറയുന്നത്. സൃഷ്ടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ അഹങ്കാരം. അതായത് നമ്മൾ പറയില്ലേ അഹം ബ്രഹ്മാസ്മി, അതായത് ഈശ്വരീയ ചൈതന്യം, അതുണ്ടെങ്കിലല്ലേ പിന്നെ ബാക്കിയെല്ലാം ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് സിമെന്റും കമ്പിയും സാധനങ്ങളും എല്ലാം ഉണ്ടെന്ന് കരുതാം. പ്ലാൻ ഇല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കെട്ടാൻ പറ്റുമോ? പ്ലാനും ഉണ്ടായി അല്ലേ? പ്ലാൻ ഉണ്ടെങ്കിലേ നമുക്ക് ആ ബിൽഡിങ്ങിന്റെ ഒരു രൂപരേഖ കിട്ടത്തുള്ളൂ. ഇവിടെ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? അഹങ്കാരമാണ്. ഇനി പ്ലാനും ഉണ്ട്, സാധനങ്ങളും ഉണ്ട്. സ്ഥലം ഇല്ലെങ്കിൽ പിന്നെ എവിടെ കെട്ടും ബിൽഡിങ്? അപ്പം ഈ സ്ഥലം എന്ന് പറയുന്നതാണ് എന്ത്? മഹത്തത്വം. മഹത്തത്വമാകുന്ന സ്ഥലത്ത് പ്ലാനാകുന്ന ബുദ്ധി വെച്ച് സാധനങ്ങളാകുന്ന അഹങ്കാരത്തോടുകൂടി നിർമ്മിച്ചു വരുമ്പോ അതിൽ കുറെ എക്സ്ട്രാ ഫിറ്റിങ്സ് വരും. ഡോറ്, എന്താ പറയാ, ടൈൽസ്, പെയിന്റിങ്, ഇങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിങ്സുകളാണ് ഈ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ. അങ്ങനെ ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ എന്തായി? ഒരു ബിൽഡിംഗ് ആയി, അതുപോലെ ഒരു മനുഷ്യനായി, സൃഷ്ടിയായി. ക്ലിയർ? മനസ്സിലായോ? എങ്കിലായെന്ന് പറയൂ. എന്താ അത്? നിങ്ങളും എന്നെ പോലെ നോമ്പിലാണോ? ഭാഗവതവും ഇതും തമ്മിൽ ഒരു ആശയക്ക് വരുന്ന അല്ല. നമ്മള് ഭാഗവതവും ഇതും ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. നമ്മൾ എന്താ പറയാ, മനസ്സിലാക്കുന്ന ആ രീതിക്ക് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത് തുടങ്ങുമ്പോൾ നമ്മൾ അന്തരാർത്ഥം മനസ്സിലാക്കണമെന്ന്. അതിൽ ഭാഗവതത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീമതി രാധാറാണിയെ കുറിച്ച് പറയുമ്പം ഭാഗവതത്തിലും ഭഗവാൻ നോക്കുന്നത് ശ്രീമതി രാധാറാണിയാണ്. മനസ്സിലായില്ലേ? ഈ ഭാഗവതം എടുത്തു വരുമ്പോൾ ഇതും കൂടി കണക്ട് ആകുമ്പോൾ അത് മനസ്സിലാവും. അന്തരാർത്ഥത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. നമ്മളിത് വായിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. പക്ഷേ ഡീപ്പായിട്ട് നമ്മൾ ആ ഒരു ഡീപ്പ് അർത്ഥം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഓരോരോ ബുക്ക് വായിച്ചിട്ട് നമ്മൾ ഇതാണ് വലുത്, ഇതാണ് വലുത്, ഇതാണ് വലുത് എന്ന് ചിന്തിച്ച് പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഭാഗവതത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുമ്പം ഇത് തന്നെയാണ് വരുന്നത്. ഞാൻ വായിച്ചു നോക്കിയിട്ടുള്ളതാണ്. അത് ഭാഗവതം എടുത്ത് തരുമ്പം ഇതും കൂടി ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം, അപ്പം മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് എന്ത് നടക്കുന്നത്? സൃഷ്ടി നടക്കുന്നത്. അപ്പം ആ സൃഷ്ടി എന്താണ്? ഇങ്ങനെയാണ് ആദി സൃഷ്ടിയുടെ ക്രമിക വികാസം എന്ന് പറയുന്നത്. ഞാൻ സൃഷ്ടിയുടെ ഉദ്ഭവം എങ്ങനെയെന്ന് ചുരുക്കി വിവരിച്ചു തന്നല്ലോ. ഇവിടെ പറയുന്നു ചുരുക്കി വിവരിച്ചു തന്നിട്ടുണ്ട്. ഭാഗവതത്തിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിച്ചു തരുന്നുണ്ട്. ഇനി നിങ്ങൾ വിമാനത്തിൽ കയറി സ്വന്തം പ്രവൃത്തി മണ്ഡലത്തിലേക്ക് പോകാൻ ദേവി പറയാണ്. ആപത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ജഗദംബികയായിരിക്കുന്ന എന്നെ നിങ്ങൾക്ക് സ്മരിക്കാം. അപ്പോഴെല്ലാം ഞാൻ ഉടനെ വന്ന് നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കിത്തരും. നിത്യമായ പരമാത്മാവായി എന്നെ സദാ സ്മരിക്കുക. ഇവിടെ ദേവി പറയുന്നുണ്ട്, കഴിഞ്ഞ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? വാസ്തവത്തിൽ എല്ലാം ഒന്നേയുള്ളൂ, അല്ലെ? ഞാനും പുരുഷനും ഭേദമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന പരമദിവ്യോ, നമ്മളിപ്പോഴും കൃഷ്ണനിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നുന്നത്. ദേവി ഭാഗവതത്തിൽ തന്നെ പറയുന്നു, ഞാനും പുരുഷനും ഭേദമില്ല, വ്യത്യാസമില്ല. അങ്ങനെ നോക്കുമ്പം ഈ ചെയ്യുന്നത് കൃഷ്ണനാണോ എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ തന്നെ. കൃഷ്ണൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഇവിടെ ഉച്ചരിച്ചിട്ടില്ല, വിഷ്ണു എന്ന് പറയുന്ന വേർഡാണ് ഉച്ചരിച്ചത്. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു കൃഷ്ണനിൽ നിന്ന് വന്നതാണ് വിഷ്ണു രൂപം എന്ന്, അല്ലെ? അപ്പൊ ഇവിടെ ദേവിയും കൃഷ്ണനും, ശ്രീമതി രാധാറാണിയും കൃഷ്ണനും വ്യത്യാസമാണെന്ന് ചോദിച്ചാൽ അല്ല.
ഗീതയിൽ നമ്മൾ എന്ത് പഠിച്ചു? കൃഷ്ണന്റെ അന്തർശക്തിയാണ് എന്ത്? ദേവി എന്ന് പറയുന്നത്, ശ്രീമതി രാധാറാണി എന്ന് പറയുന്നത്. ഈ അന്തർശക്തി ഇല്ല എങ്കിൽ എന്ത് പറയുന്നു? ഒന്നും നിലനിൽക്കുന്നില്ല, ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പം ഈ ദേവി നമ്മളിങ്ങനെ ദേവി ഒന്ന് കൃഷ്ണൻ ഒന്ന് എന്ന് കാണരുത്. കൃഷ്ണനും ദേവിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ശ്രീമതി രാധാറാണിയും കൃഷ്ണനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുതന്നെ ഇവിടെ പറയുന്നുണ്ട്. നോക്കൂ, വാസ്തവത്തിൽ എല്ലാം ഒന്നേയുള്ളൂ. ഞാനും പുരുഷനും ഭേദമില്ല. അവൻ ഞാനും ഞാൻ അവനുമാകുന്നു. ഇവിടെ നമ്മൾ കൃഷ്ണൻ എന്ന് പറയുന്ന വാക്കിലേക്ക് കടന്നിട്ടില്ല. ഭാഗവതത്തിൽ കൃഷ്ണൻ എന്ന് പറയുന്ന വാക്കിലേക്ക്, ആ കൃഷ്ണനും ദേവിയും തമ്മിൽ വ്യത്യാസവും ഇല്ല. ദേവി ഭാഗവതത്തിൽ ദേവി ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ശ്രീമതി രാധാറാണി എന്ന് പറയുന്നത് കൃഷ്ണന്റെ അന്തർശക്തിയാണ്. ശക്തി ഇല്ല എങ്കിൽ പിന്നെ എന്താ ഇവിടെ പറയുന്നത്? നോക്കൂ, ഓരോരോ വസ്തുക്കളും സൃഷ്ടിച്ചിട്ട് ഞാൻ അതിൽ തന്നെ വാഴുന്നു. അത് കൃഷ്ണൻ തന്നെയാണ്, ദേവി തന്നെയാണത്. രണ്ടും വ്യത്യസ്തമല്ല. പുരുഷൻ അതിനു നിമിത്തമാകുന്നു. മനസ്സിലാവുന്നില്ലേ? ജലത്തിൽ തണുപ്പ്, സൂര്യനിൽ ജ്യോതിസ്. നമ്മൾ ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ലേ, കൃഷ്ണനെ കണ്ടിട്ട് കൃഷ്ണനെ ഭയന്ന് തന്നെയാണ് ഈ കാലചക്രം, സൂര്യദേവൻ പോലും സഞ്ചരിക്കുന്നതെന്ന്. ആ കൃഷ്ണന്റെ തേജസ്സും ഓജസ്സും വരണമെങ്കിൽ ഈ ദേവി, അതായത് കൃഷ്ണൻ, ഇവർ തന്നെ വേണം. അഗ്നിയിൽ ചൂട്, ചന്ദ്രനിൽ മഞ്ഞ് എന്നീ വസ്തുക്കളുടെ സത്വം ഞാനാണ്. ആ ഞാൻ എന്ന് പറയുന്ന ദേവി, ഭാഗവത്തിൽ ഞാൻ എന്ന് പറയുന്ന ദേവി, ഞാനും പുരുഷനും തമ്മിൽ ഭേദമില്ല എന്നും പറയുന്നുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അവനും അവൻ ഞാനുമാകുന്നു. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞ് കടക്കുമ്പോഴേക്കും വരുന്നത് ത്രിമൂർത്തികളിലേക്കാണ്. വിഷ്ണു രൂപം, ബ്രഹ്മരൂപം, ശിവരൂപം, അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഇവരെ നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കൃഷ്ണൻ തന്നെ. ആ കൃഷ്ണൻ ആരാണ്? ശ്രീമതി രാധാറാണി തന്നെ. ഇപ്പൊ ശ്രീകണ്ഠൻ പ്രഭു ക്ലിയർ ആയോ? അവർ തമ്മിൽ വ്യത്യാസം നമ്മൾ കാണരുത്. കൃഷ്ണനും രാധാറാണിയും തമ്മിൽ വ്യത്യാസം നമ്മൾ കാണരുത്. അവരൊന്നാണ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോ ഇവിടെ പറയുന്നു, ഈ പരമപുരുഷന് പോലും ശക്തി നൽകുന്നത് ഞാനാണ്. അതായത് പരമപുരുഷന്റെ അന്തർശക്തിയാണ് ശ്രീമതി രാധാറാണി. ഇത് നമ്മൾ ശ്രീമദ് ഭാഗവത്തിൽ പഠിച്ചു. അപ്പൊ ആ ശക്തനില്ലെങ്കിൽ ശക്തിയുമില്ല, ശക്തിയില്ലെങ്കിൽ ശക്തനുമില്ല. ക്ലിയർ? ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയെല്ലാം സിമ്പിളായിട്ട് അങ്ങ് പോകും. ഓക്കെ ആയോ? ഇപ്പൊ ശ്രീകണ്ഠൻ പ്രഭു ചോദിച്ച അതേ ഡൗട്ട് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് കൃഷ്ണനും ശ്രീമതി രാധാറാണിയും. അപ്പോ വിഷ്ണു, ബ്രഹ്മദേവൻ, ശിവൻ എന്ന് പറയുന്ന ത്രിമൂർത്തി സങ്കല്പത്തിലേക്ക് മാറി. ഇവര് രണ്ടുപേരും ഒന്നാണ്. ഈ ശക്തനും ശക്തിയും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ ദേവി ഭാഗവതവും ശ്രീമദ് ഭാഗവതം എന്തായി? തുല്യമായി. ക്ലിയർ? ഈ ദേവി ഭാഗവതം എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ശ്രീമതി രാധാറാണിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൃഷ്ണനിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അത് പുരുഷരൂപവും ഇത് സ്ത്രീ രൂപവുമായി മാറുന്നു. ഈ പുരുഷനും സ്ത്രീയും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? സൃഷ്ടിക്ക് കാരണമാവുന്നത്. എന്നാൽ ഇവര് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് ആലോചിക്കുമ്പോൾ അത് കിട്ടും. കിട്ടിയോ? അത് കണക്ഷൻ കിട്ടിയോ നിങ്ങൾക്ക്? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിണ്ടാണ്ടിരിക്കാം. എന്നിട്ട് വരുന്ന ഈ ദേവീ ഭാവത്തിൽ നിന്ന് വരുന്ന സമസ്ത ദേവീ ഭാവങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഭൗതിക ലോകത്തിലെ രാക്ഷസന്മാരിൽ നിന്നൊക്കെയുള്ള നമ്മുടെ ജീവിതമാകുന്ന കഷ്ടപ്പാടുകളിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ട്. അത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമുക്ക് ആരുടെ അനുഗ്രഹമാണ് കിട്ടുന്നത്? ഓട്ടോമാറ്റിക്കലി കൃഷ്ണന്റെ അനുഗ്രഹമാണ് കിട്ടുന്നത്. ഈ കൃഷ്ണനെയും ശ്രീമതി രാധാറാണിയെ നമ്മൾ വേറിട്ട് കാണരുത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ചെറിയ തോതിൽ ഇവിടെ നമുക്ക് സൃഷ്ടി കിട്ടി അല്ലെ? സൃഷ്ടി ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് കിട്ടി. നിത്യമായി പരമാത്മാവായി സ്ഥിരമായി എന്നെ എന്താ പറയാ, നിത്യമായ പരമാത്മാവായി എന്നെ സദാ സ്മരിക്കുക. പരമാത്മാവായി, മനസ്സിലായി? നിത്യമായ പരമാത്മാവായിട്ട്. അത് നിങ്ങൾക്ക് കൃഷ്ണനായിട്ടും ഭജിക്കാം, രാധയായിട്ടും ഭജിക്കാം. ക്ലിയർ? എന്നിട്ട് ബ്രഹ്മദേവൻ പറയാണ്,
ദേവി ഇങ്ങനെ പറഞ്ഞ് ത്രിമൂർത്തികൾക്ക് സഹധർമ്മം ആചരിക്കാനായി, അതായത് ഭാര്യമാരെ സ്വീകരിക്കാനായിട്ട് വിഷ്ണുവിന് ലക്ഷ്മിയെ കൊടുത്തു, ഹരന് മഹാകാളിയെ കൊടുത്തു, എനിക്ക് സരസ്വതിയെ കൂടി കൂട്ടായി നൽകി. അങ്ങനെ അവരെന്ത് ചെയ്തു? ആണുങ്ങളായി മാറി ദേവിയെ സ്മരിച്ച് വിമാനത്തിൽ കയറിപ്പോയി. ആ ദേവിയും മണിമയ ദ്വീപും സുധാസിന്ധുവും ക്ഷണത്തിലങ്ങ് അപ്രത്യക്ഷമായി. കാരണം ഗോലോകം ആർക്കും അങ്ങനെ കാണാൻ പറ്റില്ല. വിരജാ നദിയും കഴിഞ്ഞിട്ടല്ലേ ഗോലോകമുള്ളത്. ആ ഗോലോകത്തെയാണ് നമ്മൾ പറയുന്ന ആ ഗോലോകത്തെയാണ് ഇവിടെ ഇവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ദേവി അങ്ങ് അപ്രത്യക്ഷമായി. വിമാനം മാത്രമേ ദൃഷ്ടിയിൽ കാണുന്നുള്ളൂ. ഉടനെ തന്നെ ആ വിശാലമായിരിക്കുന്ന ആകാശ വിമാനം മഹാർണവത്തിൽ വിടർന്നു വിലസുന്ന താമരയ്ക്കടുത്ത് വന്ന് നിന്നു. മധുകൈടവന്മാർ മുരാരിയുടെ കൈകൊണ്ട് മരണമടഞ്ഞുണ്ടായ ഭൂമിയായിരുന്നു അത്. എന്താ പറയുന്നത്? ആ വിമാനം മഹാർണവത്തിൽ വിടർന്നു വിലസുന്ന താമരയ്ക്കടുത്ത് വന്നു നിന്നു. ഇതെന്താ താമര എന്നറിയോ നിങ്ങൾക്ക്? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? എടുത്തരാം. നമ്മൾ വേദിക് കോസ്മോളജി പഠിക്കുമ്പം താമരയുടെ ഷേപ്പിലാണ് ഈ ലോകം സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടില്ലേ? പറഞ്ഞുതരും. ഒരു മിനിറ്റ്. എങ്ങനെ പറഞ്ഞു തരും? നോക്കട്ടെ കേട്ടോ. യെസ്, കിട്ടി. ഈ ചാർട്ട് കണ്ടിട്ടില്ലേ? ഇപ്പൊ നമ്മൾ വേറെ ലെവലിലോട്ടായി പോണു. ഇപ്പൊ താമരയുടെ അടുത്ത് വന്ന് നിന്നു എന്ന് പറഞ്ഞില്ലേ ബ്രഹ്മദേവൻ? ഗോലോക ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു മിനിറ്റ്. ഇത് കണ്ടോ? വേദിക് കോസ്മോളജി എടുത്ത് തന്നാലേ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് കാണുന്നുണ്ടോ? ഈ താമരയുടെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. അതിന്റെ നടുക്ക് കണ്ടോ ശ്രീകൃഷ്ണനും രാധാറാണിയും കൂടെ നിൽക്കുന്നത്? ഇവിടെയായിരുന്നു അവരുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഫുൾ താമരയാണ്. ഇഷ്ടംപോലെ ലോകങ്ങൾ, കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പയ്യെ ഓരോരോ ക്ലാസ്സിൽ എടുത്തു തരും. അപ്പൊ അവരവിടെ നിന്നാണ് കയറിപ്പോയത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എവിടേക്ക് എത്തുന്നു? ഭാഗവതത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു വിശാലമായിരിക്കുന്ന ആകാശ വിമാനം മഹാർണവത്തിൽ വിടർന്നു വിലസുന്ന, കടലിൽ വിടർന്നു വിലസുന്ന താമരയ്ക്കടുത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. മധുകൈടവന്മാർ ഭഗവാന്റെ കൈകൊണ്ട് മരണമടഞ്ഞപ്പം വന്ന ഭൂമിയായിരുന്നു അത്. മനസ്സിലാവുന്നുണ്ട്? ഞാന് വേദിക് കോസ്മോളജി ആദ്യം തന്നെ എടുത്തരാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും നമുക്ക് കണക്ട് ചെയ്ത് കിട്ടൂല. വേദിക് കോസ്മോളജി വെറുതെ എടുത്തു പോയാലും ശരിയാവില്ല. അത് നല്ലോണം ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അത് ചാർട്ട് വെച്ച് തന്നെ ഞാൻ പഠിപ്പിച്ചുതരാം. പതുക്കെ, ധൃതി പിടിക്കരുത്. ഇനി ഗുണതത്വ നിരൂപണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഗുണതത്വ നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവം പ്രഭാവാ സാ ദേവി മയാ ദൃഷ്ടാന്ത വിഷ്ണുന ശിവേനാഭി മഹാഭാഗ താസ്താ ദേവ്യ പൃഥക് പൃഥക് ഇത്യാകർണ പിതൃവാക്യം നാരദോ മുനി സത്തദാ പ്രജത്ര പരമപ്രീത പ്രജാപതിമിതം വചഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് പറയാണ്, ഇത്രയും മഹാത്മ്യമുള്ള ആ മഹാമായയെയും മറ്റു ദേവിമാരെയും ഞങ്ങൾ ത്രിമൂർത്തികൾ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കഥ കേട്ടപ്പം സന്തോഷവാനായ നാരദൻ ചോദിച്ചു, നാശമില്ലാത്ത, നിർഗുണനായിരിക്കുന്ന, ക്ഷയിക്കാത്ത
ആദ്യനുമായിരിക്കുന്ന ആ പരമപുരുഷന്റെ ചിത് രൂപം അങ്ങേക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ഇപ്പൊ കണക്റ്റായോ? ഇപ്പൊ കണക്റ്റായോ? ഇത് തന്നെയാണ് നമ്മൾ ഗീതയിൽ പറയുന്ന പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ. നമ്മൾ ആ സങ്കല്പത്തിൽ കാണുന്നു. ദേവീ ഭാഗവത്തിലൂടെ പോകുമ്പോൾ ദേവീ സങ്കല്പത്തിൽ കാണുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഒന്നാണ്. കൃഷ്ണനും ശ്രീമതി രാധാറാണിയുമാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ എന്താ പറയുന്നത്? നാരദൻ എന്താ ചോദിക്കുന്നത്? നാശമില്ലാത്ത, ക്ഷയിക്കാത്ത, നിർഗുണനായിരിക്കുന്ന, ആദ്യനായിരിക്കുന്ന ആ പരമപുരുഷന്റെ ചിത് രൂപം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ? ആ കാഴ്ചയെപ്പറ്റി ഞങ്ങൾക്ക് വർണ്ണിച്ചു തരുമെന്നാ ചോദിക്കുന്നത്. ദേവിയുടെ സഗുണകാരം എനിക്കും കാണാൻ കഴിഞ്ഞു. എന്നാൽ ആ അമ്മയുടെ നിർഗുണ രൂപം എന്താണ്? അവളോട് ചേർന്നിരിക്കുന്ന പരമപുരുഷന്റെ രൂപം എന്താണെന്നും എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. ആ ദൃശ്യം കാണാൻ സാധിക്കാനായി ഞാൻ ശ്വേതാദ്വീപിൽ കഠിനമായി തപസ് ചെയ്തിട്ടുണ്ട്. ആരാ പറയുന്നത്? നാരദൻ. അവിടെ അനേകം സിദ്ധന്മാരായ മുനിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കണ്ണുകൊണ്ട് പരമാത്മാവിനെ എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നാരദൻ പറയാണ്, ഞാൻ കുറേ തപസ് ചെയ്തിട്ടുണ്ട് ശ്വേതാദ്വീപില്. പക്ഷെ ജംബൂദ്വീപ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതും പറഞ്ഞുതരാം. ശ്വേതാദ്വീപില് ഞാൻ തപസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിദ്ധന്മാരൊക്കെ അവിടെയുണ്ട്. പക്ഷെ ആ പരമാത്മാവിനെ എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. അതിനായി ഞാൻ വീണ്ടും ചെയ്ത തപസ്, അതിലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഫലം കിട്ടിയിട്ടില്ല. അങ്ങ് തന്നെ പറയൂ, സഗുണാത്മികയായിരിക്കുന്ന ശക്തിയെ അങ്ങേക്ക് അറിയാം. എന്നാൽ നിർഗുണയായിരിക്കുന്ന ദേവിയും നിർഗുണനായിരിക്കുന്ന പരമാത്മാവും എന്താണെന്ന് പറഞ്ഞു തരും. മനസ്സിലാവുണ്ടോ? നാരദന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ബ്രഹ്മദേവൻ പറയാണ്, നിർഗുണമായ ഒന്നിന്റെ രൂപം ദൃഷ്ടിക്ക് ഗോചരമാവുകയില്ല. നിർഗുണമായിരിക്കുന്ന ആ ഒരു എന്താ പറയുന്ന അതിൻ്റെ ആ ഒരു രൂപം നമ്മുടെ ദൃഷ്ടിയിലേക്ക് വരില്ല. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിമിതമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എനിക്ക് 5 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന എന്താണെന്ന് കാണാൻ പറ്റില്ല. ഈ സറൗണ്ടിങ്സിൽ മാത്രമേ കാണാൻ പറ്റൂ. എന്തിനു പറയാം, എന്റെ പിന്നിൽ എന്ത് നടക്കുന്നു എന്ന് പോലും എനിക്ക് കാണാൻ പറ്റില്ല, അല്ലേ? അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിമിതമായതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. നിർഗുണമൂർത്തികളെ പ്രാപിക്കുക തുലോം ദുഷ്കരമത്രേ. നിർഗുണമായിരിക്കുന്ന മൂർത്തികളെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കഷ്ടപ്പാടാണ്. പിന്നെയല്ലേ നമുക്ക് ഇവരെ കാണാൻ പറ്റുന്നത്. അവരെ ജ്ഞാനമാർഗത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കൃഷ്ണനെയും രാധാറാണിയും ഒക്കെ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിമിതമാണ്. ജ്ഞാനമാർഗത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. അറിവിലൂടെ, ജപത്തിലൂടെ, അങ്ങനെ നമുക്ക് ജ്ഞാനത്തിലൂടെ അവരെ കാണാൻ പറ്റും. ബാക്കിയെല്ലാം ഭാവന മാത്രമാണ്. ബാക്കി നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് ഭാവന മാത്രമാണ്. ആദ്യന്ത വിഹീനരാണ് പ്രകൃതിയും പുരുഷനും. നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ് കൃഷ്ണനും രാധാറാണിയും. അതാണ് പ്രകൃതിയും പുരുഷനും. പുരുഷനില്ലാതെ പ്രകൃതിയില്ല, പ്രകൃതിയില്ലാതെ പുരുഷനുമില്ല. അവരെ കണ്ടെത്താൻ വിശ്വാസം തന്നെയാണ് ആശ്രയം. തപസ്സോ കാര്യങ്ങളോ കൊണ്ടൊന്നും കൃഷ്ണനെയും രാധാറാണിയെയും കാണാൻ പറ്റില്ല. വിശ്വാസം, അടിയുറച്ച വിശ്വാസം. ആ വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റൂ, അല്ലാതെ കാണാൻ പറ്റില്ല. അവിശ്വാസികൾക്ക് അപ്രാഭ്യരത്രേ. വിശ്വാസമില്ല എന്ന് തോന്നുന്ന വ്യക്തികൾക്ക് ചിന്തിക്കേ വേണ്ട, അവരെ കുറിച്ചൊന്നും മനസ്സിലാവില്ല. കാണാനും പറ്റില്ല, അറിയാനും പറ്റില്ല. സദാ തുടിക്കുന്ന ചൈതന്യമായി എല്ലാറ്റിലും നിലകൊള്ളുന്നതാണ് പരമാത്മാവ്. നമ്മൾക്കുള്ളിൽ നിന്നും പോലും ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ മരിച്ചു, അല്ലെ? ചൈതന്യം നഷ്ടപ്പെട്ടാൽ മരിച്ചു. ഈ പരമാത്മാവ് എവിടെയാണ് കുടികൊള്ളുന്നത്? അല്ല, ആത്മാവ് എവിടെയാണ് കുടികൊള്ളുന്നത്? പരമാത്മാവില്. അപ്പൊ ആ പരമാത്മാവ് എന്ന് പറയുന്നത് സദാ തുടിക്കുന്ന ചൈതന്യമായി എല്ലാത്തിലും നിലകൊള്ളുകയാണ്. എല്ലായിടവും നിറഞ്ഞു വിളങ്ങുന്ന തേജസ്സാണ് ഈ പരമാത്മാവ് എന്ന് പറയുന്നത്. എല്ലായിടത്തും നിറഞ്ഞു നിലകൊള്ളുകയാണ് ഈ തേജസ്. അത് നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും നിറഞ്ഞു വിളങ്ങുന്ന ആ പുരുഷനും ശക്തിയും ഇല്ലാതെ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല. ആ പുരുഷനും ശക്തിയും ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. അതായത് ശ്രീമതി രാധാറാണിയും കൃഷ്ണനും ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നുമില്ല.
പ്രാണീദേഹങ്ങളിൽ പ്രകൃതി പുരുഷന്മാർ കൂടിക്കലർന്നും ചിത്തത്തിൽ നിർഗുണ നിരാകാരമായും അവർ നിറഞ്ഞു തിളങ്ങുകയാണ്. ഏത് പ്രാണികളിൽ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ആ ഒരു എന്തുണ്ട്, തേജസ്സുണ്ട്. എന്നാൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ, ഇല്ലെങ്കിൽ അതില്ല. പരമാത്മാവ് തന്നെയാണ് ശക്തി. ക്ലിയർ? അതായത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ശ്രീമതി രാധാറാണി. ഓക്കെ, അവ തമ്മിലുള്ള സൂക്ഷ്മഭേദം ആർക്കും അറിയാവുന്നതല്ല. അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ആർക്കും അറിയില്ല, ആർക്കും മനസ്സിലാക്കാനും കഴിയില്ല. വേദശാസ്ത്രങ്ങളിൽ അവഗാഹമുള്ളവർക്ക് പോലും അതിസൂക്ഷ്മമായ ഈ ഭേദം എന്താണെന്ന് തിരിച്ചറിയാനാവില്ല. വേദശാസ്ത്രങ്ങൾ പോലും കലക്കി കുടിച്ച ഒരാൾക്ക് പോലും കൃഷ്ണനും രാധാറാണിയും, അതായത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ലോകം അഹങ്കാര കൽപ്പിതമാണ്. എത്ര കാലം കഴിഞ്ഞാലും ഈ അഹങ്കാരമുള്ളപ്പോൾ പരമാത്മജ്ഞാനം അപ്രാപ്യമാണ്. നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ഇവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാ പറയുന്നത്. സഗുണന് നിർഗുണനെ കണ്ണുകൊണ്ട് കാണാൻ എങ്ങനെ കഴിയും? അതിനാൽ കണ്ണുള്ളവന് ഉപാസിക്കാൻ സഗുണൻ തന്നെയാണ് ശരണം. നമുക്ക് കണ്ണുണ്ടോ? ഭഗവാനെ ഉപാസിക്കും. പിത്തം പിടിച്ച നാവ് സ്വാദും പീള കെട്ടിയ മങ്ങിയ കണ്ണുകൾ നിറവും എങ്ങനെ തിരിച്ചറിയും? പിത്തം പിടിച്ച ഒരാളുടെ നാവിന് സ്വാദ് തിരിച്ചറിയാൻ പറ്റില്ല. പീള കെട്ടിയ കണ്ണുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊരു വിഷൻ കിട്ടുമോ? ഒരു സാധനം കാണാൻ പറ്റും? അതും പറ്റില്ല. അപ്പൊ ഇതെല്ലാം മാറ്റി, അതായത് അറിവില്ലായ്മ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിറഞ്ഞ ഹൃദയം കൊണ്ട് നമ്മൾ അവരെ സസൂക്ഷ്മം നോക്കിയാൽ നമുക്ക് അവരെ ദൃശ്യമാവും. അല്ലാതെ നമുക്ക് അവരെ കാണാനും അറിയാനും പറ്റില്ല എന്നാ പറയുന്നത്. യെസ്, ഭഗവാന്റെ മായ കാണാൻ പറ്റില്ല. കൃഷ്ണനും രാധാറാണിയും തമ്മിലുള്ള വ്യത്യാസവും അറിയാൻ കഴിയില്ല. ഒരു ഭയങ്കര സംഭവമാണത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെയാണ് സഗുണം നിർഗുണത്തെ അറിയാൻ ശ്രമിക്കുന്നത്. അഹങ്കാരത്തിന്റെ സന്തതി എങ്ങനെ ഗുണവീതമാകും? ഗുണങ്ങൾ ഉള്ളിടത്തോളം പരമപുരുഷ ദർശനം അസാധ്യമാണ്. നമ്മളെ കൊണ്ട് കഴിയില്ല അവരെ കാണാൻ. ജ്ഞാനത്തിലൂടെ അറിയാൻ സാധിക്കും. അത്രയും ഡീപ്പായിട്ടുള്ള സീക്രട്ടാണ് ഈ കൃഷ്ണനും രാധാറാണിയും. നമ്മൾ വാഗൊണ്ട് കൃഷ്ണ രാധേ എന്ന് വിളിക്കുന്ന പോലെ അല്ല. ഭയങ്കരം എന്താ പറയാ എന്തോ ഡീപ്പായിരിക്കുന്ന, അവർണ്ണനീയമായിരിക്കുന്ന, ഒരിക്കലും നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും പരമരഹസ്യമാണ് ഇവര്. മനസ്സിലാവുന്നുണ്ട്? പരമതത്വമാണ് അവര്. അപ്പൊ നാരദൻ പറയാണ്, ദേവദേവ, ത്രിവിധങ്ങളായിരിക്കുന്ന അഹങ്കാരത്തെ പറ്റിയും ത്രിഗുണങ്ങളെ പറ്റിയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരൂ. സത്വരജോ തമോ ഗുണങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ വേറെ വേറെ ആക്കിയിട്ട് പറഞ്ഞിതാ. പിന്നെ മുക്തിപ്രദായകമായിരിക്കുന്ന അറിവ് ഏതാണോ അതും പറഞ്ഞിതാ. അപ്പൊ ബ്രഹ്മാവ് പറയണ ജ്ഞാനശക്തി സത്വത്തിന്. ജ്ഞാനശക്തി എന്ന് പറഞ്ഞാൽ സത്വഗുണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവുള്ളവൻ ഒരിക്കലും അഹങ്കരിക്കൂല. അപ്പം അത് സത്വഗുണമായി. ക്രിയാശക്തി രജോ ഗുണമായി. നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും കർമ്മങ്ങളൊക്കെ പറയാനും പഠിക്കാനും ഒക്കെ അതൊരു രജോ ഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി തലക്കനമുള്ളത്. പിന്നെന്താ പറയാ, ദ്രവ്യശക്തി തമസ്സിന്. നല്ല ധനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര അഹങ്കാരികളായി പിന്നെ ഈശ്വരനെയൊക്കെ മറന്നങ്ങോട്ട് ജീവിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, തമോ ഗുണം എന്ന് പറയുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക കേട്ടോ. അങ്ങനെ മനസ്സിലാക്കണേ, അങ്ങനെ പോയി ആരോടും പറയരുത്. സത്വഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനശക്തി. നല്ല ജ്ഞാനമുള്ള ഒരു വ്യക്തി, ഗീതയും ഭാഗവതവും ഒക്കെ പഠിച്ച ഒരാള് അഹങ്കരിക്കൂല, അങ്ങോട്ട് വിട്ടു തള്ളും. എന്ത് വേണേലും നടക്കട്ടെ, ഡോണ്ട് മൈൻഡ്. പറയുന്നവൻ ആരായാലും പറഞ്ഞിട്ട് പോട്ടെ, ചെയ്യുന്നവനായാലും ചെയ്തിട്ട് പോട്ടെ, എനിക്ക് എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇത് സത്വഗുണം. ഇതിന് കാരണമായിരിക്കുന്ന എന്താണ്? ജ്ഞാനമാണ്. അപ്പൊ ജ്ഞാനശക്തി എന്ന് പറഞ്ഞാൽ സത്വഗുണം. ക്രിയാശക്തി, നല്ല ജോലിക്കൊത്ത വരുമാനം ഒക്കെ ഉണ്ട്, അപ്പൊ കുറച്ച് രജോ ഗുണമായി. അങ്ങനെ വലുതായിട്ടൊന്നും ആൾക്കാരെ ഒന്നും മൈൻഡാക്കില്ല. ഇങ്ങനൊരു കുറച്ചൊരു തലക്കനം, അതെന്താണ്? രജോ ഗുണമാണ്. അപ്പൊ ജ്ഞാനശക്തി, ക്രിയാശക്തി, ദ്രവ്യശക്തി. ജ്ഞാനശക്തി എന്ന് പറഞ്ഞാൽ സത്വഗുണം,
ക്രിയാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജോ ഗുണം. ഇനി ദ്രവ്യശക്തി. ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കൾ, ധനം, സ്വർണം, ആഭരണം, വീട്, വണ്ടി, സ്ഥലങ്ങൾ. ഇതൊക്കെ ഒരുപാട് കുമിഞ്ഞു കൂടിക്കഴിഞ്ഞാലോ പിന്നെ ഈശ്വരനെ തന്നെ അങ്ങ് മറന്നുപോകും. അത് തമോ ഗുണം. അഹങ്കാരം, ധിക്കാരം, ഞാനെന്ന മനോഭാവം, അത് തമോ ഗുണത്തിലേക്ക് പോയി. ജ്ഞാനശക്തി, ക്രിയാശക്തി, ദ്രവ്യശക്തി, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ക്ലിയർ? ദ്രവ്യശക്തിയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്നീ തന്മാത്രകൾ ഉണ്ടായത്. ദ്രവ്യശക്തിയിൽ നിന്നാണ് ശബ്ദമുണ്ടായത്, സ്പർശമുണ്ടായത്, രസമുണ്ടായത്, രൂപമുണ്ടായത്, ഗന്ധമുണ്ടായത്. ശബ്ദം എന്ന ഗുണം ആകാശത്തിൻ്റെതാണ്. ശബ്ദം എന്ന് പറയുന്ന ഗുണം ആകാശത്തിൻ്റെയാണ്. സ്പർശം എന്ന് പറഞ്ഞാൽ വായു. നമ്മൾ ഈ വായു ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് സ്പർശിക്കാൻ പറ്റുന്നത്. ബഹിരാകാശത്തൊക്കെ പോയി കഴിഞ്ഞാൽ മർദ്ദം കുറയുന്നതിനനുസരിച്ച് നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അവിടെ വായു ഉള്ളത് കൊണ്ട്, അന്തരീക്ഷത്തിൽ ഓക്സിജൻ വായു ഉള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് സ്പർശം സാധിക്കുന്നത്. രസം എന്ന് പറഞ്ഞാൽ ജലം. ഗന്ധം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ, മണ്ണിന്റെ മണം, ഗന്ധം, ഇതൊക്കെ മനസ്സിലായി. ഭൂമി കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാട്ടോ, വേറെ ഇതൊന്നല്ലേ, അങ്ങനെയും മനസ്സിലാക്കി പോണം. ഇവ സൂക്ഷ്മങ്ങളാണ്, നമുക്ക് വായു കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ രസം, ജലം ഇങ്ങനെ കാണാൻ പറ്റുന്നല്ലാതെ അതിന്റെ ഒരു രൂപരേഖ ഘടനയൊന്നും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്പർശം, അതായത് ഇങ്ങനെ സ്പർശിക്കുന്ന അതേക്കുറിച്ച് നമുക്കൊരു ഫീല് മാത്രമേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആക്കി കിട്ടുന്നില്ല അല്ലെ? കാരണം ഇതൊക്കെ സൂക്ഷ്മമാണ്. ഇപ്പറഞ്ഞ 10ഉം സമ്യക്തമായി ഒത്തുചേർക്കും പ്രകടമാകുമ്പോൾ ബ്രഹ്മാണ്ടം ഉണ്ടാകുന്നു. ഈ സ്പർശവും ഗന്ധവും രൂപവും രസവും വായുവും ശബ്ദവും എല്ലാം കൂടി അങ്ങ് വരുമ്പോഴേക്ക് എന്തായി? ബ്രഹ്മാണ്ടമായി. പഞ്ചതത്വങ്ങളാൽ നിർമ്മിതമായ ബ്രഹ്മാണ്ടമായി, പഞ്ചഭൂതങ്ങളാൽ. രാജസിന്റെ ക്രിയാശക്തിയിലാണ്, അപ്പൊ രജോ ഗുണത്തിന്റെ ക്രിയാശക്തി കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ചെവി, ത്വക്ക്, നാക്ക്, കണ്ണ്, മൂക്ക് എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത്. രജോ ഗുണങ്ങൾ കൊണ്ടാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് രജോ ഗുണങ്ങൾ കൊണ്ടാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്? രജോ ഗുണത്തിലാണ് ചെവിയെ നല്ല രീതിക്ക് ഉപയോഗിക്കും. ഇപ്പം സത്വഗുണമുള്ള ഒരാള് ചെവിയെ ഒന്നിനും ഉപയോഗിക്കില്ല, നല്ല കാര്യങ്ങൾ കേൾക്കാൻ മാത്രം, ജ്ഞാനത്തിന് വേണ്ടി മാത്രം. രജോ ഗുണമുള്ള ഒരാൾ എന്താ ചെയ്യാം? മറ്റുള്ളവരെ കുറ്റം പറയാൻ ചെവി കേൾക്കും, മറ്റുള്ളവരെ കുറ്റം പറയാൻ നാക്ക് നാക്ക് ഉപയോഗിക്കും. നോമ്പുണ്ട്. കണ്ണ്, മൂക്ക്, അങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ മോശം പ്രവൃത്തികൾക്കെല്ലാം ഉപയോഗിക്കും അല്ലെ? വാക്ക്, കൈകൾ, കാലുകൾ, ഗുദം, ലിംഗം, അങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ കർമ്മേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ നമ്മൾ എന്തിനുപയോഗിക്കുന്നത്? രജോ ഗുണ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, നല്ല കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇതൊന്നും ആവശ്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കൂല. ഇതുകൂടാതെ പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ പഞ്ചവായുക്കളും രജോ ശക്തിയുടെ ശക്തി പ്രഭാവമാണ്. പഞ്ചവായുക്കൾ ഏതാണ്? പ്രാണവായു, അപാനവായു, വ്യാസൻ, സമാനൻ, ഉദാനൻ, 5 വായുക്കള്. കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്ക്, കൈകൾ, കാലുകൾ, ഗുദം, ലിംഗം. ഓക്കെ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെവി, ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, പഞ്ചേന്ദ്രിയങ്ങൾ. അതിനെ തന്നെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ചെവി, ത്വക്ക്, നാക്ക്, കണ്ണ്, മൂക്ക്, ജ്ഞാനേന്ദ്രിയങ്ങൾ. ഓക്കെ. പിന്നെ ഇവിടെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വാക്ക്, കൈകൾ, കാലുകൾ, ഗുദം, ലിംഗം. ഇനി പഞ്ചവായുക്കളുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ പ്രാണവായു, അപാനവായു, വ്യാനവായു, സമാനവായു, ഉദാനവായു. അതാണ് പഞ്ചവായുക്കൾ. ഇതെല്ലാം ചേർന്നാലാണ് ഒരു മനുഷ്യ ശരീരം ഉണ്ടാവുന്നത്. മനുഷ്യ ശരീരം എന്ന് മാത്രമല്ല, ഒരു ശരീരമേ ഉണ്ടാവുന്നത്. രജസിന്റെ ശക്തി പ്രഭാവമാണിത്. ഈ 15 ഇന്ദ്രിയങ്ങളും ചിത് ശക്തിയുടെ അനുവൃത്തരായി ജ്ഞാനശക്തി പ്രഭാവത്തിനു കാരണമായ സാത്വിക അഹങ്കാരത്തിൽ നിന്നും സൂര്യനും ദിക്കും കാറ്റും അശ്വിനി ദേവകളും വരുണനും ഉണ്ടായി.
ഇതിൽ നിന്നെല്ലാം ഇവരെല്ലാം പിന്നീടുണ്ടായി. അവർ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധ്യക്ഷ ദേവതകളാകുന്നു. നമ്മുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഓരോ ദേവന്മാരാകുന്നു അവർ. ആരൊക്കെയാണ്? സൂര്യദേവൻ, കാറ്റ്, അശ്വിനി ദേവകൾ, വരുണൻ, അവരൊക്കെ ഓരോരോ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധ്യക്ഷത ദേവകളാകുന്നു. ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിങ്ങനെ 4 പേര് ചേർന്നാൽ അന്ധകരണമായി. ഇതൊക്കെ ജ്യോതിഷം ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിലാണ് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുക. ഇതിന്റെ കൂടെ മനസ്സും കൂടി ചേർന്നാൽ പിന്നെ 5 ആയി. അങ്ങനെ 15 ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഒരേ സമയം ഒരു മനുഷ്യ ശരീരം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ഒരേ സമയം മനുഷ്യ ശരീരത്തിൽ 15 ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അന്ധകരണം, മനസ്സ്, ഇത്രയും ചേർന്നാൽ 5 ആയി. ഈ സൃഷ്ടിയാണ് സാത്വിക സൃഷ്ടി എന്ന് പറയുന്നത്. 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അന്ധകരണം, മനസ്സും കൂടി ചേർന്ന 5 എണ്ണവും കൂടി ചേർന്നാൽ എന്തായി? സൃഷ്ടിയായി. ജ്ഞാനികൾ സ്ഥൂലം, സൂക്ഷ്മം എന്നിങ്ങനെ പരമാത്മാവിന് ഭേദം കൽപ്പിച്ചിരിക്കുന്നു. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഒന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ജ്ഞാനികൾ, അറിവുള്ളവർ പറയും സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരവും ഉണ്ടെന്ന്. നിരാകാരവും ജ്ഞാനരൂപവുമാണ് സൂക്ഷ്മ ശരീരം. ഒന്നിനെയും ബന്ധിക്കപ്പെടുന്നില്ല. സൂക്ഷ്മ ശരീരം, ആത്മാവ് ജ്ഞാനരൂപമാണ്. ഓക്കെ, പരമാത്മാവിന്റെ സൂക്ഷ്മ ശരീരം എന്നറിയപ്പെടുന്നത് ഈ ആത്മാക്കളെയാണ്. പരമാത്മാവിന്റെ സൂക്ഷ്മ ശരീരം എന്ന് നമ്മൾ പറയുന്നത് ഈ ആത്മാവിനെ കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവ്. നമ്മൾ പറയാറില്ലേ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നു. ആത്മാവിന്റെ രൂപത്തിലാണ് പരമാത്മാവ് കുടികൊള്ളുന്നത്. ക്ലിയർ? എന്നാൽ സാധകന് ധ്യാനിക്കാൻ സ്ഥൂല രൂപം തന്നെ വേണം. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്കൊക്കെ ധ്യാനിക്കണമെങ്കിൽ ഭഗവാന്റെ ഒരു രൂപം നമുക്ക് വേണം. സ്ഥൂല രൂപല്ലേ നമുക്ക് ധ്യാനിക്കാൻ പറ്റൂല. നാരദ, ഇനി പരമാത്മാവിന്റെ, അതായത് ബ്രഹ്മത്തിന്റെ സ്ഥൂല ശരീരത്തെ പറ്റി പറഞ്ഞു തരാൻ പറയണം. ബ്രഹ്മത്തിനൊരു സ്ഥൂല ശരീരമുണ്ട്. സൂക്ഷ്മങ്ങളായിരിക്കുന്ന ഭൂതങ്ങൾ, തന്മാത്രകളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. ഈ 5 തന്മാത്രകൾ പഞ്ചീകരിച്ചാണ് പഞ്ചഭൂതങ്ങളും തദ്വാരാ ശരീരവും ഉണ്ടാവുന്നത്. നമ്മൾ ആദ്യം പഠിച്ച തന്മാത്രകളെല്ലാം ഇങ്ങനെ കുറെ ഒരു തന്മാത്രയുടെ കൂടെ, തന്മാത്രയുടെ ഏറ്റവും ചെറിയ രൂപമാണ് ആറ്റം എന്ന് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആറ്റത്തിൽ നിന്ന് തന്മാത്ര ഉണ്ടാവുന്നു. അനേകായിരം തന്മാത്രകൾ കൂടിച്ചേർന്നാലാണ് ഒരു വസ്തുവായി മാറുന്നത്. കോടാനുകോടി തന്മാത്രകളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം, കോശങ്ങളാൽ നിർമ്മിതം. ഒരു കോശം ഉണ്ടാവണം എത്രയോ തന്മാത്രകൾ വേണം. കെമിസ്ട്രി പഠിച്ച ഓർക്കുണ്ടോ ഇതൊക്കെ പണ്ട് സ്കൂളില്? ആരോർക്കാൻ, എവിടെ ഓർക്കാൻ? വല്ല ഓർമ്മയും വന്നോ? ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ? തന്മാത്രയുടെയും ഏറ്റവും താഴെയുള്ള ചെറിയ വസ്തുവിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. ഉപകാരപ്പെട്ടോ? അപ്പോ ഭക്തി പഠിക്കണമെങ്കിലും വേണം നമുക്ക് തന്മാത്രയും ആറ്റമൊക്കെ. യെസ്. അപ്പം ഈ തന്മാത്രകളെല്ലാം കൂടി ഡെവലപ്പ് ആയിട്ടാണ് എന്താണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത്? ശരീരം ഉണ്ടാവുന്നത്. പഞ്ചീകരണം എന്നാൽ എന്താണെന്നറിയാൻ ആദ്യം ജലതന്മാത്രയായ രസം നിന്റെ സങ്കല്പത്തിൽ കൊണ്ടുവരിക. ആദ്യം നമ്മൾ രസത്തെ കുറിച്ച് ആലോചിക്കുക. ജലത്തെ കുറിച്ച് ആലോചിക്കുക. H2O ഓർക്കുന്നുണ്ടോ? അല്ലേ? ആണ്. എന്തെന്നറിയാൻ ആദ്യം ജലതന്മാത്രയായിരിക്കുന്ന, ജലത്തിന്റെ തന്മാത്ര ചെറിയ രൂപമാണ് രസം. ജലത്തിന്റെ ചെറിയ രൂപമാണ് എന്ത്? രസം എന്ന് പറയുന്നത്. ഓക്കെ, നിന്റെ സങ്കല്പത്തിൽ കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. അപ്പം നമ്മള് ജലത്തെക്കുറിച്ചും, ഇനി പീരിയോഡിക് ടേബിൾ എടുക്കേണ്ടി വരുമോ? അപ്പൊ നമ്മള് ജലത്തെ കുറിച്ചാണ് പഠിക്കുന്നത് എങ്കിൽ അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ രസത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിന്റെ പകുതി എടുത്തിട്ട് ഒരു പാതിയെ ജലമായി കരുതണം. ഒരു ഗ്ലാസ് ജലം എടുത്തിട്ട് രസമയ തന്ത്രം, അതിന്റെ പകുതി എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തു കഴിഞ്ഞാല് നമ്മൾ നേരെ എന്ത് ചെയ്യണം? പകുതി ജലമായിട്ട് നമ്മൾ കാണണം.
മറ്റു ഭൂതങ്ങളെയും ഇതുപോലെ രണ്ടായിട്ട് വിഭജിക്കുക. എല്ലാത്തിനെയും രണ്ടായി വിഭജിച്ച് ആ ഭൂതം എന്ന് പറയുന്നത് എന്താണ്? പ്രേതമാണല്ല. ഭൂമി, അഗ്നി, വായു, ആകാശം, ഇതൊക്കെയാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ജലം എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ പകുതി എടുത്ത് ഒരു പാതിയെ, രസം എടുത്തിട്ട് രസത്തിന്റെ ഒരു പാതിയെ ജലമായിട്ട് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ. മറ്റുള്ള ഭൂതങ്ങളെയും ഇതുപോലെ രണ്ടായിട്ട് വിഭജിക്കുക. ഭൂമിനെയും ആകാശത്തിനെയും എല്ലാത്തിനെയും, അഗ്നിയൊക്കെ. ആ ഭൂതങ്ങളെയും ഒരു പാതി ഭാഗം കൊണ്ട് വായു, ആകാശം, അഗ്നി, ഭൂമി എന്നായി സങ്കല്പിച്ചു വയ്ക്കുക. ഈ 4 ഭാഗങ്ങൾ മറ്റു ഭൂതങ്ങൾക്കായിട്ട് വിഭജിച്ച് നൽകുക. ഇതൊന്നും മനസ്സിൽ വെക്കേണ്ട, നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ, വിട്ടേക്കും. ഉദാഹരണത്തിന് ജലത്തിന്റെ പാതി, അതായത് നമ്മൾ എടുത്ത ജലമില്ലേ, ആ ജലത്തിന്റെ പാതി എടുത്തിട്ട് തന്മാത്രയോടുകൂടി, അതായത് രസമാണ് തന്മാത്ര എന്ന് നമ്മൾ പഠിച്ചു. ജലത്തിന്റെ ഏറ്റവും ചെറിയ രൂപത്തെ രസം എന്ന് പറയുന്നു. ആ രസത്തിനോടുകൂടി വായു, ആകാശം, അഗ്നി, ഭൂമി എന്നിവയുടെ 4 തന്മാത്രകൾ എടുക്കാം. ആകാശം, വായു, അഗ്നി, ഭൂമി 4 എണ്ണം എടുത്ത് ഈ 4-ൽ നിന്നും കുറച്ച് കുറച്ച് തന്മാത്രകൾ എടുക്കുക. ഇത് കുറെ തന്മാത്രകൾ കൂടുമ്പോഴാണല്ലോ ഭൂമി ആവുന്നത്. കുറെ തന്മാത്രകൾ കൂടുമ്പോൾ ആകാശമാവും. കുറെ തന്മാത്രകൾ കൂടുമ്പോൾ എന്തായി? അഗ്നിയായി. കുറെ തന്മാത്രകൾ കൂടുമ്പം എന്തായി? ഭൂമിയായി. അങ്ങനെ ഇതിന്റെ എല്ലാത്തിന്റെയും കുറച്ച് കുറച്ച് പീസസ് ഇങ്ങോട്ട് എടുക്കുക, തന്മാത്രകൾ ഇങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യാം? അപ്പോ ജലതന്മാത്രയുടെ പകുതിയായി, അതായത് രസം എടുത്തിട്ട് രസത്തിനെ നമ്മൾ പകുതി പകുതിയാക്കി. അതിൽ ഒന്ന് ജലമായിട്ട് മാറ്റിവെച്ച്, ഒന്ന് രസമായിട്ട് മാറ്റിവെച്ച്. അപ്പൊ ജലതന്മാത്രയുടെ പകുതിയും മറ്റു തന്മാത്രകളുടെ 8-1 ഭാഗവും ചേർന്ന് എല്ലാം കൂടി എടുത്തിട്ട് ചേർക്കുമ്പോൾ ജലം എന്ന് പറയുന്ന പഞ്ചഭൂതമായി. കിട്ടിയോ വല്ലതും? രസത്തിന്റെ തന്മാത്ര, ജലത്തിന്റെ തന്മാത്ര എന്ന് പറയുന്നത് എന്താണ്? രസമാണ്. അപ്പൊ ജലം എടുത്തിട്ട് രണ്ടായിട്ട് മാറ്റിയിട്ട് ഒന്ന് രസമാക്കുക, ഒന്ന് ജലമാക്കി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കി പഞ്ചഭൂതങ്ങളിൽ നിന്നെല്ലാം കുറച്ച് കുറച്ച് തന്മാത്രകൾ എടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി? ഒരു ജലം എന്ന് പറയുന്ന ഒരു പഞ്ചഭൂതമായി. ഓക്കെ. ഇതിലേക്ക് എല്ലാ തന്മാത്രകളും കൂടി വന്നു. മനസ്സിലായി? ഇതിലേക്ക് എല്ലാ തന്മാത്രകളും കൂടി വന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാല് വായു എന്ന് പറഞ്ഞ എന്താണ്? ഇങ്ങനെ വീശി നോക്കും, എന്ത് കിട്ടുന്നു നിങ്ങൾക്ക്? എല്ലാരും വീശി നോക്കിക്കേ, എന്ത് കിട്ടുന്നു? എന്ത് കിട്ടുന്നു? കാറ്റ്, തണുപ്പ്. നമ്മളിപ്പോ ഒരു ജലതന്മാത്ര ഉണ്ടാക്കി അല്ലെ, ഒരു മുഴുവൻ തന്മാത്രയും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പം ഈ ജലത്തിന്റെ, നമ്മളെടുത്ത രസത്തിന്റെ, ജലം എടുത്തിട്ട് 2 ഭാഗമാക്കി, രസം എന്ന് പറയുന്ന തന്മാത്രയും ആക്കി, ജലവുമാക്കി. എന്നിട്ട് ബാക്കി നമ്മുടെ എന്താ പറയാ, അഗ്നി, ആകാശം, ഭൂമി, ഇതില് വായു, ഇതിനെല്ലാത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈ തന്മാത്രയിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു. അപ്പൊ അതൊരു വലിയൊരു എന്തായി? വലിയൊരു തന്മാത്രയായി മാറി. ഒരു മുഴുവൻ തന്മാത്ര ഉണ്ടായി മാറി അല്ലെ. അപ്പോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജലം എന്ന് പറയുന്ന പഞ്ചഭൂതം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിലെല്ലാം മിക്സ് ആയില്ലേ? ഈ ജലത്തിൽ മിക്സ് ആയത് എങ്ങനെയാന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ആ ജലത്തില് നല്ല ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറെ വീഴുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? നല്ല തണുപ്പ്. ഇങ്ങനെ വീശുമ്പോൾ തന്നെ നമുക്ക് എന്താ കിട്ടുക? ഒരു തണുപ്പ് കിട്ടുന്നുണ്ട്. അത് ആ ജലം വീഴുന്ന സമയത്ത് ആ തണുപ്പ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ എന്താ പറയാ, ആ ഒരു ജലത്തിൽ തന്നെ ഓക്സിജനും അടങ്ങിയിട്ടുണ്ട് ഇല്ലേ? ഓക്സിജനും അടങ്ങിയിട്ടുണ്ട് ജലത്തില്. H2O ഓർമ്മയുണ്ടോ? അതാര് പറഞ്ഞേ കെമിസ്ട്രി ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാതിരിക്കാൻ? ഹോ രമ്മേ, എന്ന് ആര് പറഞ്ഞു ഇത് പഠിക്കാതിരിക്കാൻ? ഇതിപ്പോ പഠിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇതിപ്പോ മനസ്സിലാവും. ഇനി കുട്ടികളുടെ അടുത്ത് പോയിട്ട് നേരെ എന്താ പറയാ, പഠിക്കേണ്ടി വരുമോ നമ്മള്? പഠിക്കേണ്ടി വരുമോ? പണിയായല്ലോ മാതാജി നായി ഇപ്പം. അതായത്
ഹൈഡ്രജനും ഉണ്ട്, നമുക്ക് അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. ഈ ഓക്സിജനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വായു എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തായി? ജലം എന്ന് പറയുന്ന വലിയൊരു തന്മാത്രയായി മാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മള് വലിയൊരു തന്മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ജലത്തിന്റെ, എങ്ങനെ പറഞ്ഞു ഞാനിപ്പത്, ജലത്തിന്റെ ഏറ്റവും ചെറിയ കണിക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രസം എന്ന് പറയുന്നത്. അപ്പൊ ഈ രസം എന്ന് പറയുന്ന തന്മാത്രയാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കി പഞ്ചഭൂതങ്ങളിലുള്ള എല്ലാത്തിന്റെ തന്മാത്രയും കൂടെ മിക്സ് ചെയ്ത് ഒരു കുപ്പിയിലിട്ട് അങ്ങ് അടച്ചു. ഓക്കെ, കുഞ്ഞു 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 കണികകളെല്ലാം കൂടെ ചേർത്തപ്പോൾ അത് വലിയൊരു സംഭവമായി മാറി. ഓക്കെ, അങ്ങനെ ഈ ഒരു വലിയൊരു എന്താ പറയാ, ജലം എന്ന് പറയുന്ന ഒരു വലിയ പഞ്ചഭൂതമായി മാറിയപ്പോ ഒരു മുഴുവൻ തന്മാത്രയായിട്ട്, ഒരു വലിയ തന്മാത്രയായിട്ട് നമുക്ക് എന്തായി? അതിനെ നമുക്ക് പരിണമിച്ചു കിട്ടി. ക്ലിയർ? ഇങ്ങനെയാണ് മറ്റു ഭൂതങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതായത് ഭൂമി, ആകാശം, കാറ്റ്, അഗ്നി, ഇതിലെല്ലാത്തിലും എല്ലാം അടങ്ങിയിട്ടുണ്ട്. സർവ്വതും അടങ്ങിയിട്ടുണ്ട്. അതായത് ജലത്തിൽ മാത്രം ഇന്നത്, ഭൂമിയിൽ മാത്രം ഇന്നത്, വായുവിൽ മാത്രം ഇന്നത്, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിലും എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും എല്ലാം അടങ്ങിയപ്പോഴാണ് എന്തുണ്ടായത്? ഈ പഞ്ചഭൂതങ്ങൾ നിർമ്മിതമായിരിക്കുന്നത്. കാറ്റില് എന്തടങ്ങിയിട്ടുണ്ട്? തണുപ്പുണ്ട്. അതിന്റെ അർത്ഥം കാറ്റിൽ എന്തുണ്ട്? ജലമുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങളിൽ സർവ്വതും അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്നതിൽ ഇന്നത് മാത്രം അടങ്ങി എന്ന് പറയാൻ പറ്റൂല. അതായത് പഞ്ചഭൂതങ്ങൾ ഓരോന്നിലും മറ്റ് ഭൂതങ്ങളിലുള്ള തന്മാത്രകളും അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിലും മറ്റു തന്മാത്രകളും അടങ്ങിയിട്ടുണ്ട്. ജലത്തിലുള്ളതെല്ലാം തന്നെ പഞ്ചഭൂതങ്ങളിലുണ്ട്. ആകാശത്തിലുള്ളതെല്ലാം തന്നെ ഭൂമിയിലുമുണ്ട്. ഭൂമിയിലുള്ളതെല്ലാം തന്നെ വായുവിലുമുണ്ട്. ഇപ്പൊ ഓക്കെ ആയോ? പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് ചൈതന്യവത്തായിരിക്കുന്ന പ്രാണീദേഹം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എന്തെന്ന് പറയുന്നത്? ശരീരം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സർവ്വതും നമ്മുടെ ശരീരത്തിലുണ്ട്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എന്ത്? നമ്മുടെ ശരീരം. ക്ലിയർ? ചൈതന്യം പ്രഭാസിക്കുമ്പോൾ, ചൈതന്യം ഉണ്ടാവുമ്പോൾ അഹം ബുദ്ധി ജനിക്കുന്നു. ചൈതന്യം കൂടിക്കഴിഞ്ഞാൽ ഞാനെന്ന ഭാവം ഉണ്ടാവുകയാണ്. ഈ ചൈതന്യത്തെ ആദിനാരായണൻ, ദേവൻ, ഭഗവാൻ എന്നെല്ലാം നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ അറിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭഗവാൻ എന്ന് പറയുന്നത്. ചൈതന്യം കൂടി 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 പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചൈതന്യമല്ലാട്ടോ പറയുന്നത്. ഈ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭഗവാൻ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്, മുമ്പേ നമ്മൾ പഠിച്ചത്, ശ്രീമതി രാധാറാണിയും കൃഷ്ണനും പഞ്ചഭൂതങ്ങളിലുള്ള സകലപരമായിരിക്കുന്ന ജീവിവർഗത്തിന്റെയും ശരീരത്തിൽ കുടികൊള്ളുന്നുണ്ട്. ഈ ചൈതന്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദിനാരായണൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. ക്ലിയർ? പഞ്ചഭൂതങ്ങൾ ഘനീഭവിക്കുമ്പോൾ, ഘനീഭവിക്കുക എന്ന് പറഞ്ഞാൽ തണുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സ്പഷ്ടമാകുമ്പോൾ അവയുടെ ഗുണങ്ങൾക്കും ഒന്നിനൊന്ന് വർധനതയും ദൃഢതയും കൈവരുന്നു. ആകാശത്തിന് ശബ്ദം എന്ന് പറയുന്ന ഒരു ഗുണം മാത്രമേ ഉള്ളൂ. വായുവിന് ശബ്ദം, സ്പർശം എന്ന് പറയുന്ന രണ്ട് ഗുണങ്ങളുണ്ട്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഇതില് ആകാശത്തിന് ശബ്ദം എന്ന് പറയുന്ന ഗുണം മാത്രമേ ഉള്ളൂ. ആകാശത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഓം, അങ്ങനെ ഒരു ശബ്ദം, മൂളുന്ന ഒരു ശബ്ദം. ആകാശത്തിന് ശബ്ദം എന്ന് പറയുന്ന ഒരു ഗുണം മാത്രമേ ഉള്ളൂ. വായുവിനാണെങ്കിലോ ശബ്ദമുണ്ട്, സ്പർശനമുണ്ട്. ഈ വായു ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും സ്പർശിക്കാൻ കഴിയില്ല, അല്ലെ? ഒന്നിലേക്ക് നമുക്ക് സ്പർശനം നടക്കില്ല. അപ്പം ആകാശത്തിന് ശബ്ദം എന്ന് പറയുന്ന ഒരു ഗുണവും വായുവിന് ശബ്ദവും സ്പർശവും എന്ന് പറയുന്ന ഗുണമുണ്ട്. അഗ്നിക്കാണെങ്കിലോ ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്. അഗ്നിക്ക് 3 ഗുണങ്ങളുണ്ട്. ജലത്തിന് ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്. 4 ഗുണങ്ങളുണ്ട്. ഭൂമിക്കാണെങ്കിലോ ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്,
ഇതേ കൂടാതെ ഗന്ധവും കൂടിയുണ്ട്. 5 ഗുണങ്ങളുണ്ട് ഭൂമിക്ക്. ഈ 5 ഭൂതങ്ങളും ചേർന്ന സംഘാതമാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. ഈ 5 ഭൂതങ്ങളും കൂടി ചേർന്നാൽ എന്തായി? ഒരു ബ്രഹ്മാണ്ടമായി. ഓക്കെ. ബ്രഹ്മാണ്ടത്തിന്റെ അംശങ്ങളായിട്ടുള്ള ജീവജാലങ്ങൾ, അതായത് ബ്രഹ്മാണ്ടത്തിന്റെ അകത്താണല്ലോ ജീവജാലങ്ങൾ ഉള്ളത്. ഈ ബ്രഹ്മാണ്ടത്തിലാണല്ലോ ജീവജാലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്രഹ്മാണ്ടത്തിന്റെ അംശമായിരിക്കുന്ന ഒരു ഭാഗമായിരിക്കുന്ന ജീവജാലങ്ങൾ വികസ്വരമായിരിക്കുന്നത്, അതായത് ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? 84 ദശലക്ഷം ജീവിജാതികളായിട്ടാണ്. അതായത് ഈ ബ്രഹ്മാണ്ടത്തിൽ 84 ദശലക്ഷം ജീവി വർഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം കൃഷ്ണന്റെയും ശ്രീമതി രാധാറാണിയുടെയും ക്രിയേഷനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം തന്മാത്രകള്, ആറ്റം, അത് ഇതാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ബിഗ് ബാങ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സംഭവം ഇതാണ്. ഒന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആറ്റത്തിൽ നിന്ന് വന്ന് എല്ലാം ഡെവലപ്പായി ബ്രഹ്മാണ്ടമായി. ബ്രഹ്മാണ്ടത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളായി, കർമ്മേന്ദ്രിയങ്ങളായി, ജ്ഞാനേന്ദ്രിയങ്ങളായി, പിന്നെ അത് മനുഷ്യനായി, ജീവി വർഗങ്ങളായി, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പഠിച്ചു പോകും. അങ്ങനെ 84 ദശലക്ഷം ജീവി വർഗങ്ങളുടെ രൂപത്തിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ ജീവജാലങ്ങൾ കുടികൊള്ളുന്നു. അപ്പൊ ജലം എന്താണ്, ഭൂമി എന്താണ്, ഇതൊക്കെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ഇതൊക്കെ ഇവരെങ്ങനെ ഉണ്ടാക്കി, ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ക്ലിയർ? മനസ്സിലായോ വല്ലതും? ഒരുവിധം അങ്ങ് ചെറുതായിട്ടൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ഇതൊക്കെ കൂടുതൽ നമ്മൾ അങ്ങോട്ടേക്ക് ഡീപ്പായിട്ട് അങ്ങോട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും തലയിൽ കയറില്ല. വേദിക് കോസ്മോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അങ്ങനെ പഠിച്ചു പോയാൽ മതി. അപ്പൊ ശ്രീമതി രാധാറാണിയുടെയും കൃഷ്ണന്റെയും ക്രിയേഷൻ എന്ന് പറയുന്നത് ചെറിയ ക്രിയേഷൻ ഒന്നുമല്ല, ഭയങ്കരമായ ക്രിയേഷനാണ്. അവരത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ, അല്ലേ? പ്രകൃതിയും പുരുഷനും തമ്മിൽ വ്യത്യാസമില്ലാന്നും കൃഷ്ണനും രാധാറാണിയും തമ്മിൽ വ്യത്യാസമില്ലെന്നും അവർ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ 84 ദശലക്ഷം ജീവി വർഗങ്ങളുടെയും ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും അഗ്നിയിലും വായുവിലും എല്ലാം അവരങ്ങനെ കുടികൊള്ളാണ്. എങ്ങനെ? ചൈതന്യ രൂപത്തിൽ. ഈ ചൈതന്യ രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ഈ ഈശ്വരനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ആ ഈശ്വരനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിൽ എന്തുണ്ടാവില്ല? മിഥ്യാഹങ്കാരം ഉണ്ടാവില്ല, ഞാനെന്ന ഭാവം ഉണ്ടാവില്ല. നമ്മളെല്ലാവരെയും നിയന്ത്രിക്കുന്നത് ആ ഒരു ചൈതന്യമാണ്. മനസ്സിലാവുന്നുണ്ട്? ആ ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്ക് എന്തായി? ഈശ്വരീയ ഗുണങ്ങളിലൂടെ നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കും. ഇനി ആ ഈശ്വരീയ ഗുണങ്ങളിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയാമോ? നിലനിൽപ്പില്ലാതെ പോകും. ആ നിലനിൽപ്പില്ലാതെ പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് പറയുന്നത്? ജ്ഞാനത്തിലൂടെ ഈശ്വരനെ അറിയണം എന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റൊരു കാര്യത്തിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കേണ്ട, നടക്കൂല. ആ ഭഗവാനെ നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ട എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഈശ്വരനെ അറിയണമെങ്കിൽ ജ്ഞാനത്തിലൂടെ മാത്രമേ നടക്കൂ. ജ്ഞാനത്തിലൂടെ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പുണ്ട്. അവർക്കൊരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ? ഹാപ്പി? ഹരേ കൃഷ്ണ. സാധിച്ചാൽ വൈകിട്ട് ക്ലാസ്സിൽ കാണാം, ഇല്ലെങ്കിൽ നാളെ. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തുണ്ടെങ്കിലും ദയവായി മെസ്സേജ് ഇടും. നോമ്പിൻ്റെ സമയമാണ്, സംസാരിക്കുക എന്നുള്ളത് പരിമിതമായ ടോക്ക്. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക, വാട്സപ്പിൽ മെസ്സേജ് തരും. ഞാൻ കുറച്ചായിട്ട് മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഒന്നും മനസ്സിൽ വെക്കേണ്ട, എല്ലാം മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞേക്കും. ഒന്നും മൈൻഡിൽ വെച്ചിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട, അതെല്ലാം വിട്ടേക്കും. നമ്മൾ സൃഷ്ടിയുടെ കാര്യങ്ങൾ കേട്ടു, അതങ്ങ് കേട്ട് നമ്മളതങ്ങനെ വിട്ടേക്കും. കൂടുതൽ ഡീപ്പായിട്ട് അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ട. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ രാത്രിയൊക്കെ കുത്തിയിരുന്ന് വായിക്കണം. ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ കുറേ വായിച്ച് നോട്ട് എഴുതി അതേക്കുറിച്ച് ആലോചിച്ച് ഒന്നിനോട് കണക്ട് ചെയ്ത്
കുറച്ച് കെമിസ്ട്രി ഒക്കെ എടുത്ത് വെച്ച് അതുമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ അതിനെ ഒരു ആധികാരികമായിട്ട് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ. അതിന് നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് മൈൻഡിലൊന്നും ഇതൊന്നും നമ്മൾ വായിക്കാനും ജപിക്കാനും പാടില്ല. വളരെ കൂൾ ആൻഡ് കാമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നമ്മളിങ്ങനെ നമ്മൾ തന്നെ ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെടും. മനസ്സിലാവണ്ടോ? അല്ലാതെ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ കേട്ടത് കൊണ്ടൊന്നും ഇതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ എപ്പോഴും ഒരു ക്ലാസ്സിൽ കേട്ടത് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല വേദിക് കോസ്മോളജി. വളരെ നന്നായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. നന്നായി പഠിക്കൂ കേട്ടോ. ഈ ക്ലാസ് വീണ്ടും വീണ്ടും കേട്ടാൽ കുറേയൊക്കെ മനസ്സിലാവും. എനിക്ക് കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ച് മൈൻഡിൽ വെച്ചാൽ മതി, അത്രയും ഞാൻ പറയും. 84 ദശലക്ഷം ജീവി വർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഹരേ കൃഷ്ണ. അന്നദാനത്തിന്റെ ലൈവിൽ കാണാം എല്ലാവർക്കും. കൃഷ്ണനും രാധാറാണിയും വ്യത്യാസമല്ല.